പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്കാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് റിയാലിറ്റിയിൽ നിൽക്കണം. കാരണം ഞാനിങ്ങനെ ചരിത്രം പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ജീവിതം എടുത്ത് കളിച്ചാലേ എനിക്ക് ശരിയാവുള്ളൂ. ഒരു എക്സാമ്പിൾ എടുക്കണം, അല്ല വേറെ വഴിയില്ല. അതായത് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത് എൻ്റെ ചരിത്രം പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടം പറയാൻ എനിക്ക് ഭയങ്കര ഓപ്പൺ ആയിരിക്കും. ഞാൻ ഒരു 15 മിനിറ്റ് എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്നോട് ചോദിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നത് 2007 എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലാണ് എക്സാമിൻ്റെ സമയം. നല്ല മഞ്ഞുണ്ട് രാവിലെ. എൻ്റെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ട്യൂട്ടോറിയൽ ഞാൻ പൈനിയറിലാണ് പഠിച്ചത്. പൈനിയർ എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻ്ററിലാണ് ഞാൻ 10th ക്ലാസ്സിൽ തൊടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ്. ഞങ്ങൾക്ക് അവിടെ നൈറ്റ് ക്ലാസ് ഉണ്ട്. സാധാരണ എല്ലായിടത്തും ഉള്ളതാണ്, പെണ്ണും വെച്ചിട്ട് നൈറ്റ് ക്ലാസ് നടത്തുക. പക്ഷേ അന്നത്തെ കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ച സുനിൽ പിള്ള എന്നാണ് വിളിക്കുന്നത്. സുനിൽ സാറ് ഞങ്ങളെ നിർബന്ധമായിട്ടും ഈ ബാച്ചിലെ ആൺപിള്ളേരെ ഞാൻ പാസ്സാക്കിയിരിക്കും. എന്ന് വെച്ചാൽ ആൺപിള്ളേർ എപ്പോഴും ഇങ്ങനെ ആണല്ലോ, പുറകോട്ടാണ്, പെണ്ണുങ്ങളാണ് കൂടുതൽ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേക ക്ലാസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടിരുത്തി ക്ലാസ് ചെയ്തിട്ടുണ്ട്. വേറെ പുറത്തുനിന്നൊരാൾ വന്നിട്ട് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. ഞങ്ങളുടെ അന്ന് കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയ സമയമാണ് 2007. അപ്പം എല്ലാ ട്യൂട്ടോറിയലും കമ്പ്യൂട്ടറാണ് പഠിപ്പിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തൊരു വീടെടുത്ത് ആ വീടൊക്കെ പൊളിച്ച് ആ വീടെടുത്ത് അതിൻ്റെ ഒരു റൂമിൽ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് വെച്ചിട്ട് പഠിച്ചു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നൈറ്റ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെയും ക്ലാസ് ഉണ്ട്. എന്ന് വെച്ചാൽ വീണ്ടും പഠിക്കുക. ട്യൂഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ചോറും കൊണ്ട് വരണം, കമ്പ്യൂട്ടർ ക്ലാസ് കിടക്കാം. ഒരു വീടാ ഇതൊക്കെ ഉണ്ട്, കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കിടന്നാൽ നിങ്ങൾ 5 മണിക്ക് എണീക്കണം, പഠിക്കണം. 6, 6:30, 7 മണി വരെ പഠിക്കണം. എന്നിട്ട് ഇനി അടുത്ത ക്ലാസ്സിന് വരണം, സ്കൂളിൽ പോകണം, ട്യൂട്ടോറിയൽ വീണ്ടും വരണം. 8 മണിയാകുമ്പോൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ 6 മണിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 8 മണിക്ക് ക്ലാസ് ഉണ്ട് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാനിങ്ങനെ ഹിസ്റ്ററി ഭയങ്കര പുറകിലായിരുന്നു. എൻ്റെ ഹിസ്റ്ററിയുടെ മാർക്ക് കേട്ടാൽ ചിരിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ടോപ്പായിരുന്നു സ്കൂളിലെ, 9A+ ആ സമയത്ത്. ഒരു C ഹിസ്റ്ററിയിലാവും ആണ്. എന്ന് വെച്ചാൽ തോറ്റില്ല. അപ്പുറം വീണാൽ എൻ്റെ 9A+ പോകും. അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. എന്ന് വെച്ചാൽ ഞാൻ 9A+ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ തോറ്റ ആളായി. ഞാൻ പോകുന്ന വീണാരാ, ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ മറ്റേ തോറ്റവരോടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് റിഗ്രറ്റ് ഇല്ല, കാരണം ഞാൻ കോപ്പി അടിച്ചിട്ടാണ് പാസ്സായത്. കാരണം എനിക്കറിയില്ല സാധനം, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഹിസ്റ്ററി. ഞാൻ തൊട്ടടുത്തിരിക്കുന്ന അഖില കാർത്തികാന്ന് തോന്നുന്നു, അഖിലയുടെ എന്ന് തോന്നുന്നു, അക്രൂട്ട് അറിയില്ല, ആരോ പേപ്പർ കോപ്പി അടിച്ചെഴുതി മാർക്ക് വാങ്ങുമ്പോൾ C കിട്ടി. എനിക്ക് ഞാൻ ഹാപ്പി, കാരണം തോക്കാൻ പോയല്ലോ. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ യശോധരമുള്ള സാറ് പറഞ്ഞു, നീ എന്ത് പണി കാണിച്ചത്, ഒന്നാം കൂട്ട് പോയായിരുന്നു ഇപ്പുറത്ത് വീട്ടിലടുത്ത്, നമ്മുടെ സ്കൂളിൻ്റെ 10A+ പോയല്ലോ എന്ന് പറഞ്ഞ് ഇത് വായിക്കും. എന്ന് പറഞ്ഞാൽ അന്ന് പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. എന്നെ പഠിപ്പിച്ച സാറന്മാരുണ്ട്. ലൈജു ടീച്ചറുണ്ട്, ആഷ ടീച്ചറുണ്ട്, ഇവരുണ്ട് എൻ്റെ ഫേവറേറ്റ് ടീച്ചേഴ്സാണ്. ജലജ ടീച്ചറുണ്ട്, സരസ്വതി ടീച്ചറുണ്ട്. എന്നെ മരിച്ചുപോയി. ഞങ്ങൾ മലയാളം ഞാൻ അറബി ക്ലാസ്സിലായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്കണത്തൈമാവിൽ ഒരു കവിത എന്തോ പാടിയത് ബാലചന്ദ്രൻ സാറിൻ്റെ മലയാളം ക്ലാസ്സിലാണ്. സണ്ണി സാർ, ഞങ്ങളുടെ കണ്ണ് കാണാൻ വയ്യാത്തൊരു സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. മങ്ങിയ കാഴ്ചയുള്ള സാറ് ബോർഡിൽ ചോക്ക് കൊണ്ട് വരച്ചെഴുതി പഠിപ്പിച്ചിട്ടുണ്ട് കണക്ക്, സണ്ണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നെ ഞങ്ങളുടെ അപ്പച്ചി ക്ലാസ് എടുത്തിട്ടുണ്ട് മാത്തമാറ്റിക്സിന്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ പല കാര്യങ്ങളും റിലേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് പഠിക്കുന്ന സമയത്ത് പുറത്തിരുന്ന് വായിച്ച് ഞാൻ പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തിരിക്കും, അക്രൂട്ട്, വിഷ്ണു, ഞങ്ങൾ കുറച്ച് ബാച്ചുണ്ട്. പഠിക്കുന്നവരുടെ കൂടെ നിന്നാൽ മറ്റൊരു അടി കിട്ടത്തില്ല. എന്നുവെച്ചാൽ പഠിക്കുന്നവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മറ്റവരും പഠിക്കുമെന്നുള്ള ബോധത്തിൽ സാറ് വിടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കുറച്ച് ബാച്ചായിട്ട് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടാവും. അപ്പം എനിക്ക് അടിച്ചിട്ട്, അപ്പോൾ ഞാൻ പഠിക്കത്തില്ല, ഞാൻ അന്നിങ്ങനെ ഉറങ്ങും ആ ഹിസ്റ്ററിയുടെ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ തഴവ അമ്പലത്തിലെ കണ്ട് ഉത്സവത്തിന് ഇങ്ങനെ പടക്കം പൊട്ടിക്കും. അപ്പം പടക്കം പൊട്ടിക്കുന്ന കണ്ടുകൊണ്ട് രാജേഷ് എന്ന് പറഞ്ഞ പയ്യുണ്ട്. അവനാണെങ്കിൽ ഒരാൾ അടുക്കള നോക്കണം. അപ്പോൾ അവനാണ് ഈ കട്ടൻ ചായ ഇട്ടുകൊണ്ട് വരും, പക്കാവിടെ ഉണ്ടാവും. ഞങ്ങളിരുന്ന് കഴിച്ച് ആ പറഞ്ഞ പടക്കം പൊട്ടിക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ ഉറങ്ങും. ഇതാണ് എൻ്റെ രീതി. കാരണം നമുക്ക് അടി കിട്ടത്തില്ല, പഠിച്ച് അത് നോക്കാൻ പറ്റത്തില്ല. അറിയുന്ന ആൾ ചോദിച്ചാൽ എന്താ അടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വരത്തില്ല. അപ്പം ഈ പറഞ്ഞ പേരുകളിൽ പലതിനകത്ത് ഹിന്ദു പേരുണ്ട്, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ പേരുകളുണ്ട്. ഞാൻ പറയാം, ഈ ഓർമ്മയിൽ വരുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനത് മതം പറയേണ്ടി വരും. കേട്ടോ, എൻ്റെ കൂടെ ഹിന്ദു പഠിച്ചു, ഞങ്ങൾ ഒരു പാത്രത്തിൽ കഴിച്ചു, അങ്ങനെ കഴിച്ചു. അന്നൊന്നും ഇല്ലടേ. നിങ്ങൾ പഠിക്കുന്ന സമയത്തുണ്ടോ? അത് എനിക്കില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ സമരത്തിനും പോകുമായിരുന്നു. അതിപ്പോൾ ABVP സമരത്തിനും പോവും, SFIയുടെ പോവും. ഞാൻ പോയിട്ടില്ല, എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ പോവും.
അറിയത്തില്ല നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് അറിയത്തില്ല. ഇത് ആൻറ്റിവൈറസ് അല്ലേ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, ഓ എൻ്റെ കൂടെ ഹിന്ദു പഠിച്ച കേട്ടോ, അഭിമാനമാണ് കേട്ടോ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചെന്നൊക്കെ പറയുന്നത് നാണക്കേട്. ആദ്യം പറയുന്നത് നാണക്കേട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അത്. കേരളത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചൊരു സാധനമാണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ ഇട്ട് കഴിഞ്ഞു, നിങ്ങളത് നിങ്ങൾ അതിനെ കോർത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടാണ് എൻ്റെ സ്കൂൾ കാലഘട്ടം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പോഡ്കാസ്റ്റ് എടുത്തത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഫ്രണ്ട്ഷിപ്പിൽ എല്ലാവരും ഒന്നാണ്, അതുമല്ല, അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും ഇതേപോലൊരു കാലഘട്ടം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നുണയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വഴികൾ ഞാൻ തന്നു. ഒന്ന്, ഫെബ്രുവരി മാർച്ചിലാണ് ഞാൻ പരീക്ഷ എഴുതെന്ന് പറഞ്ഞു, 2007 പറഞ്ഞു. ആ കാലത്തെ ആ സമയത്ത് അമ്പലത്തിൽ ഉത്സവം നടന്നിട്ടുണ്ടെന്ന് നോക്കാം. അവിടെ അമ്പലത്തിൽ പോയി ചോദിക്കാം, നിങ്ങൾ ഈ സമയത്ത് വെടിക്കെട്ട് നടത്താറുണ്ടോ? ഞാൻ എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾക്ക് അവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നോക്കിയാൽ തപ്പിയാൽ കിട്ടും, ഈസിയാണ്. അവരോട് പോയി ചോദിക്കാം, എടാ ഇവൻ പറഞ്ഞ സത്യം, നിങ്ങൾ എൻ്റെ കൂടെ അവിടെ പോയി പഠിച്ചിട്ടുണ്ടോ, മുറ്റത്തിരുന്ന് പഠിച്ചിട്ടുണ്ടോ, പക്കാവിടെ എന്നിട്ടുണ്ടോ, രാജേഷി ആയിട്ടുണ്ടോ എന്നിട്ടുണ്ടോ ചോദിക്കാം. എന്നെ പഠിപ്പിച്ച സാറന്മാരുടെ പേര് പറഞ്ഞു. അവർ ആ കാലഘട്ടത്തിൽ ആ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണോ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് ആ കാലഘട്ടത്തിൽ എന്നെ ഇവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കള്ളം പറയാൻ പറ്റില്ല. ടൈം സ്റ്റാമ്പിൻ്റെ കാര്യം പറയുന്നത്. വരച്ചിട്ടൊരു ഹിസ്റ്ററിയിൽ നിങ്ങൾക്കൊരു മാറ്റവും വരുത്താൻ പറ്റില്ല, ശരിയല്ലേ? കാരണം ജോർജ് കുട്ടി 2-ാം തീയതി ഓഗസ്റ്റ് 2-ാം തീയതി ധ്യാനത്തിന് പോയ കഥ ആദ്യത്തെ വേർഷനിൽ ഓക്കെയാണ്. കാരണം വന്നവരെല്ലാം പറഞ്ഞു 3-ാം തീയതിയാണ് ധ്യാനത്തിന് പോയത്, അവർ 2-ാം തീയതി വീട്ടിലില്ലായിരുന്നു, അല്ല എന്തോ 2-ാം തീയതി വീട്ടിലില്ലായിരുന്നു അല്ലേ, എന്നാൽ 2-ാം തീയതി അയാൾ നാട്ടിലുണ്ട്. അയാൾ നോക്കിയപ്പോഴൊക്കെ ഓഫീസിൽ പോയിട്ടുണ്ട്, ഓക്കെ, അയാൾ വിളിച്ചു വന്നപ്പോൾ അയാൾ 3-ാം തീയതി പോയി കഥ പറഞ്ഞ് മാറ്റി. പക്ഷേ അവസാനത്തേക്ക് വന്നപ്പോൾ 2-ാമത്തെ വേർഷൻ വന്നു, ദൃശ്യം. അതിൽ വന്നപ്പോൾ ഇവരുടെ കള്ളം പൊളിഞ്ഞു. ആര് കണ്ടു? മറ്റേ ആൾ ഒളിഞ്ഞെന്ന് കണ്ടു. ഏതാ കള്ളൻ? ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടു. എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടിക്ക് പോലും കിട്ടാത്തൊരു ലിങ്ക് വേറൊരാൾ കണ്ടുപിടിച്ചു. ഓക്കെ, പോലീസിന് കിട്ടി. കൂടാതെ അയാളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഫാമിലി എന്ത് ചെയ്തു? രാത്രി കൊച്ചിനെ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി എണീറ്റപ്പോൾ അവരും കണ്ടു, ഒരു വണ്ടി ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടി അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ധ്യാനത്തിന് പോയിട്ടില്ല എന്നർത്ഥം അല്ലേ? അടുത്ത ദിവസമാണ് ധ്യാനത്തിന് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടിക്ക് പോലും കിട്ടാതെ എന്നൊരു ഡേറ്റ പടച്ചവൻ എന്ത് ചെയ്യുന്നു? ഫുട് പ്രിൻ്റായിട്ട് വെച്ചു. നിങ്ങളുടെ വിരലടയാളം എവിടെയോ പതിച്ചു, ആരോ കണ്ടു എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടിയെ പൊക്കി. പിന്നെ അത് തെളിവ് നശിപ്പിക്കുന്നതൊക്കെ 2-ാമത്തെ ഭാഗം, അത് വേറെ കാര്യം. പക്ഷേ നുണ നിന്നില്ല, കുറച്ച് വർഷം എന്നുള്ളൂ. ആ സത്യം പുറത്തു വരികയും ചെയ്തു, പൊക്കി. എന്ന് പറഞ്ഞാൽ എന്നതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഡേറ്റ എടുത്തു പോയാലും നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ നുണ കണ്ടുപിടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ പ്രധാന ടോപ്പിക്കിലേക്ക് പോകാം. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദി ടോപ്പിക്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് ആൾക്കാർ പറയുന്നു. ഞാൻ കോൺട്രവേഴ്ഷ്യൽ എടുക്കുന്നില്ല. ഇതൊരു ചരിത്ര പഠനമാണ്. മതം വരണ്ട, കാര്യങ്ങൾ വരണ്ട. ഞാനൊരു ഒന്നുകൂടെ ചോദിക്കാം, റിസ്വാൻ്റെ വാപ്പായുടെ ഏജ് എത്രയാണ്? 52. കൃത്യമായിട്ട് പറയാൻ പറ്റും? 52. എല്ലാ കാര്യം എൻ്റെ ഉമ്മയുടെ ഡേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും തരത്തിൽ ഞാൻ പറയുന്നത്, റിസ്വാൻ്റെ കൊച്ചാപ്പാടെ വയസ്സ് എത്രയാണ്? മരണപ്പെട്ടു പോയി, ഒരു 73 ഏജ് ആയപ്പോൾ. ഏകദേശം കറക്റ്റ് അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലാത്ത ഡേറ്റയെക്കുറിച്ച് വേണമെങ്കിൽ റിസ്വാൻ എന്നോട് പറയാം. ഇപ്പോൾ വാപ്പാടെ എന്നോട് പറയുകയാണെങ്കിൽ പറയാം, വാപ്പാടത്ത് ഒരു 52 വയസ്സുണ്ടാവാം. അപ്പം 52 വയസ്സുണ്ടെന്ന് പറയുമ്പം റിസ്വാൻ എന്നോട് പറഞ്ഞു. പക്ഷേ ആ ഡേറ്റയ്ക്ക് വലിയ വാലിഡിറ്റി ഇല്ല. ആ വാലിഡിറ്റി എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ്. ഉദാഹരണം, റിസ്വാൻ്റെ വാപ്പ പാസ്പോർട്ട് എടുത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റ വെച്ചിട്ട് പോലീസുകാർ ചെക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ പോലീസുകാർ പറയുന്നു, ഇദ്ദേഹം പാസ്പോർട്ട് എടുത്തത് കള്ള പാസ്പോർട്ടാണ്, ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയിട്ട് എടുത്തതെന്ന് പറയുന്നു. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ കൃത്യം ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാം. അപ്പം നോക്കണം, ബർത്ത് ഡേ നോക്കണം. അതിന് അപ്പം നമുക്ക് പറഞ്ഞ് ടൈം സ്റ്റാമ്പ് നോക്കണമെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിൽ പോയി നോക്കാം, പഞ്ചായത്തിൽ പോയി നോക്കാം, അവിടെ നോക്കാം, ഇവിടെ നോക്കാം, എല്ലാം പിടിക്കണമെങ്കിൽ പിടിക്കും. അപ്പം റിസ്വാൻ്റെ അടുത്ത് പറയണം 52 ആണെന്ന് തോന്നുന്നു. 57 വയസ്സുണ്ടെന്ന് ഞാൻ പറയുന്നു. അപ്പം നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. പ്രശ്നം എപ്പോഴാണ്? പോലീസുകാർക്കാണ്. മനസ്സിലായോ? അപ്പോൾ ആ പ്രശ്നം വന്നത് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ആ ഡേറ്റ 52 നീ എഴുതി വെച്ചേക്കാം, ഓക്കെ. പക്ഷെ അവർക്ക് കൃത്യമായ ഡേറ്റ് വേണം. കാരണം അവർക്ക് കേസ് തെളിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോഴാണോ എന്ന് പറയുന്നത് റിസ്വാൻ്റെ അടുത്താണ്, വാപ്പാടെ പ്രായം മാറ്റി പറയല്ലേ, വാപ്പാടെ പ്രായം എനിക്കറിയത്തില്ലേ, ഉമ്മ എന്ന് പറയാണ്.
എനിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആളെ എങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ വരേണ്ട. അപ്പം റിസ്വാൻ്റെ അനിയത്തി എന്ന് പറയാണ് തെറ്റിയെന്ന് തോന്നുന്നു, നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മാറ്റമില്ലേ. ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ നാളെ RP കാർഡിൻ്റെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ പറഞ്ഞൊരു ഡേറ്റാണ് 2021 ഒരു വർഷത്തെ ഗ്യാപ്പ് 2022. ഞാൻ അതേപോലെ ഫില്ല് ചെയ്തു. ഞാൻ എന്നിട്ട് നോക്കി കറക്റ്റ് അല്ലല്ലോ ഡേറ്റ്. മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ 7 മാസമുള്ള രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അനിയനും ചേട്ടനും തമ്മിലുള്ള വ്യത്യാസം 7 മാസം. എന്നുവെച്ചാൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തായാലും കുറച്ച് ടൈം കൂടി 1 ഇയർ എന്തായാലും ബ്രേക്ക് വേണ്ടേ? ഒരു 10 months 11 കുറഞ്ഞ 9 മാസമെങ്കിലും വേണ്ടേ? അതെ. ഇപ്പോൾ ഒരാൾ പ്രസവിച്ചു അന്ന് തന്നെ ഇന്റർ കോഴ്സ് നടത്തി എങ്കിലാണ് എത്ര പ്രസവത്തിനാണ്, എന്നാലും ഒരു ഗ്യാപ്പ് ഉണ്ടേ, എന്നാലും 7 മാസമല്ല. അപ്പോൾ കോൺട്രഡിക്റ്റീവ്. ഞാൻ ആപ്ലിക്കേഷൻ ബില്ല് ചെയ്താൽ കൊടുക്കും, എമിഗ്രേഷൻ ചെല്ലുമ്പോൾ അവർ പൊക്കുവേ നിങ്ങൾ തന്ന ഡേറ്റ ശരിയല്ല, നിങ്ങൾ എല്ലാ ഡേറ്റയും കറക്റ്റായിട്ട് കൊണ്ടുപോകാം, ഞങ്ങൾക്കൊരു സംശയമുണ്ട് നിങ്ങളുടെ പേരിൽ, ഓക്കെ ആണോ? അതിൻ്റെ പേരിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൃത്യമായ കാര്യത്തിന് വേണ്ടി ഉപകാരമുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടുകാർക്ക് പറയരുത്, പക്ഷെ അവർ സമ്മതിക്കും. പക്ഷേ നിങ്ങൾ ഡേറ്റയായിട്ട് ഓഫീസിൽ പോകുമ്പോൾ സമ്മതിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അനാലിസിസ് നടത്തണമെങ്കിൽ ഒരു റീസൺ വേണം, എവിഡൻസ് പ്രൂവ് വേണം അല്ലേ? അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നൊരു എവിഡൻസ് എന്ന് പറഞ്ഞത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ്. ഓക്കെ, പ്രവാചകൻ ആയിഷയെ കല്യാണം കഴിച്ച പ്രായം 6 വയസ്സ്, അവർ സെക്ഷൽ റിലേഷൻഷിപ്പിലെത്തിയത് 9 വയസ്സിൽ എന്നതാണ് എയ്ത്തിസ്റ്റ് പറയുന്നത് വാദം. അപ്പം നമുക്ക് പ്രശ്നമുണ്ടോ? നമുക്കില്ല. നമ്മളെ സംബന്ധിച്ച് പ്രവാചകൻ കല്യാണം കഴിച്ചതിൻ്റെ പ്രായം നമ്മൾ അറിയേണ്ട കാര്യമില്ല, അത് നമ്മൾ പറയുന്നത് ഹിസ്റ്ററിയാണ്. ഇനി നമുക്ക് പോയി കല്യാണം മാറ്റി കഴിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അവർ മരിച്ചുപോയി, ആ ഡേറ്റ അവിടെ സ്റ്റാമ്പ് ചെയ്ത് പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹിസ്റ്ററി 1400 വർഷം മുമ്പ് പുറകാന്ന് പറഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്ത് പോകാൻ നമുക്ക് കഴിവില്ല. ഇങ്ങനെയുള്ള പ്രശ്നം വരുമെന്ന് അവിടെ പോയി പറയാൻ പറ്റുമോ നമുക്ക്? നിങ്ങൾ 18 വയസ്സ് വരെ കാത്തിരിക്കും, ഇന്നത്തെ വയസ്സ് 18 അന്ന് 18 ആകുമ്പോൾ നിങ്ങൾ ക്രൂസിഫൈ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പം ഇവർ പറയുന്ന 6ാമത്തെ വയസ്സ് എന്താണ്? ഇമാം ബുഖാരിയുടെ ഞാൻ തോന്നുന്നു, ബുഖാരിയുടെ ഹദീസ് ആ ഒരു ഇത് പ്രകാരം പറയുന്ന കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് 6 വയസ്സാണെന്ന്. എന്ന് പറഞ്ഞാൽ റിസ്വാൻ എൻ്റെ അടുത്ത് പറയുകയാണ് റിസ്വാൻ്റെ വാപ്പാടെ വയസ്സ് 40 വയസ്സാണ്. എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല, അന്നത്തെ കാലത്തുള്ളവരും പ്രശ്നമില്ല, ആ ഡേറ്റ കൊണ്ട് ഒരാൾക്കും പ്രയോജനപ്പെടാനും പോകുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചില ഡേറ്റ എടുക്കുന്നതിന് നമുക്ക് വേണ്ട, അത് റോ ഡേറ്റയാണ്, ആവശ്യമില്ലാത്ത ഡേറ്റയാണ്. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടി ഞാൻ ഡേറ്റ എടുത്തു എന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞ് പിഡോഫൈലാണെന്ന് പറയുന്നു പ്രവാചകൻ. അത് നമുക്ക് പറ്റുമെന്ന് കഴിഞ്ഞാൽ അത് ഇമോഷണലി അവർ അറ്റാക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആൻസേഴ്സ് ഇല്ലാതെ വരുമ്പോൾ അവർ എടുക്കുന്ന പ്രയോഗമാണ് ഇത് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുക. അവർ മറ്റുള്ളവരുടെ ഇമോഷൻസോ ഈഗോയോ ഒന്നും നോക്കാറില്ല, ചീത്ത വിളിക്കും, കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും, നല്ല ചീത്ത വിളിക്കും എന്ന് വെച്ചാൽ അതേപോലെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോക്കണം. ഓക്കെ, അപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഈ എടുക്കുന്നത് നമുക്ക് വിഷമം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വേറെ എങ്കിലും സംശയം ഉണ്ടായിട്ടോ അല്ല, നിങ്ങളുടെ എയ്ത്തിസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇതിനകത്ത് എവിടെയാണ് ഡേറ്റ് എടുക്കട്ടെ? ഓക്കെ, കേട്ടോ ആദ്യത്തെ ഉണ്ട് കണ്ടന്റ് മേ വയലോട്ട് അവർ യൂസേജ് പോളിസീസ് എന്ന് പറഞ്ഞാൽ അറിയോ? ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര പ്രശ്നമായി. എന്തായിരുന്നു താങ്കൾ ചോദിച്ചത്? ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയിൽ ജുദൈസത്തിലും ഇസ്ലാമിലും. ഇതിനകത്ത് ചോദിച്ചതിനകത്ത് പ്രോംപ്റ്റും പോയെന്ന് തോന്നുന്നു അല്ലേ? 12 വയസ്സിലെ കല്യാണം കഴിച്ചായിട്ട് പറയുന്നുണ്ട്. ഞാനത് അപ്പം നിങ്ങളതിനെ പിഡോഫിലിയ എന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തോ സാധനമാണ്. അപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ പോളിസിക്കെതിരാണ്. ഞാൻ ചോദിച്ച ചോദ്യം അങ്ങനെയാണ്, പക്ഷേ സംഹൗ ഇറ്റ്സ് ഫ്ലാഗ്ഡ്. മനസ്സിലായില്ല കേട്ടോ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിലോട്ടെ അപ്പം ഞാൻ നോക്കുന്നത് 18 വയസ്സെന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് ആരാണ് കൊണ്ടുവന്നത്? എപ്പോഴാണ് കൊണ്ടുവന്നത്? എന്താണ് ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പ്രായമായി, ആൺകുട്ടി കല്യാണം കഴിക്കാൻ പ്രായമായി എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ചോദിക്കണ്ടേ? നമ്മൾക്ക് എല്ലാവരും പറയുന്നത് നീ റെഡിയായി കല്യാണം കഴിച്ചോ, ഓക്കെ അല്ലേ? അതെല്ലാവരും പറയുന്നത് സ്റ്റേബിൾ ആയിട്ട്. അതിപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻകം സ്പെസിബിലിറ്റി ഉണ്ട്, പക്ഷെ അതൊരു കല്യാണത്തെ എങ്ങനെ ബാധിക്കുന്നത്? അത് നിങ്ങളെന്താ അറിയുന്നത്? എൻ്റെ അച്ഛന് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കല്യാണം കഴിച്ചൂടെ? അപ്പോൾ നിങ്ങൾ എൻ്റെ സ്റ്റെബിലിറ്റി നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്, എന്നാൽ സമൂഹത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അല്ലേ എടുക്കേണ്ടത്? നിങ്ങളുടെ തോന്നിയ പോലെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മളുടെ പണ്ടത്തെ കല്യാണം ജൂതന്മാരുടെ, ക്രിസ്ത്യാനിയുടെ, മുസ്ലിമിൻ്റെ എന്നല്ല ഞാൻ പറഞ്ഞ മതം പറയുകയല്ല ഞാൻ പറയുന്നത്, കാലഘട്ടത്തിൻ്റെ ഗ്രീക്കുണ്ട്, റോമനുണ്ട്,
യൂറോപ്യൻ അതായത് റിനയൻസിൻ്റെ കാലമുണ്ട്. ആ കാലഘട്ടത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ കല്യാണത്തിൻ്റെ പ്രായം കണക്ക് വെക്കാം. മാരേജ് അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എബ്രഹാമിക് റിലീജിയൻ്റെ മാത്രമല്ല ഏൻഷ്യൻറ്റ് വേൾഡിൻ്റെയാണ്. ഞാൻ മതം ചോദിച്ചുകൊണ്ടാണ് അയാൾ എങ്ങനെ പറഞ്ഞത്. അപ്പോൾ പറയാണ് മാരേജ് ഏജസ് വെയർ മച്ച് ലോവർ ദാൻ ടുഡേയ്സ് ബിക്കോസ് ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് ഷോർട്ടർ. പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ, അതായത് പ്രായപൂർത്തിയായി എന്ന് തോന്നുന്ന ആ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡൽട്ട്ഹുഡ് ആയി. ഇന്നത്തെ കാലത്തല്ല. ഇന്നത്തെ കാലത്ത് പ്യൂബർട്ടി ആയാലും നിങ്ങൾ അഡൽട്ടിലേക്ക് എത്തിയിട്ടില്ല, പിന്നെ നിങ്ങൾ കാലഘട്ടം കടന്നു പോകണം. 18 വയസ്സൊക്കെ കാത്തിരിക്കണം. ആണുങ്ങൾക്ക് 21 തോന്നുന്നു. ഫാമിലീസ് അറേഞ്ച്ഡ് മാരേജ് ഫോർ എക്കണോമിക് ആൻഡ് ട്രൈബൽ റീസൺ. സെക്സിന് വേണ്ടിയിട്ടല്ല, അവർ ഓഫ് സ്പ്രിങ്ങിന് ഉണ്ടാക്കുക, അത് അവളുടെ ട്രൈബ്സിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ പ്രായം 12 മുതൽ 16 ആണുങ്ങളുടേത് 16 മുതൽ 20. ഓക്കെ, എന്നാൽ ഇന്നത്തെ കാലത്തെ 18 വയസ്സോട്ട് ഒറ്റയും മാറ്റല്ല. അന്നത്തെ കാലമായിട്ട് ഇന്ന് കമ്പയർ ചെയ്തതെന്ന് ഞാൻ പറയുകയാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ കാലഘട്ടം എപ്പോൾ വന്ന ആരെഴുതിയെന്നുള്ളത് നോക്കാം. ഓക്കെ, അത് മിഡിൽ ഈസ്റ്റ്, ഗ്രീസ്, റോം, ഇന്ത്യ, ചൈന, ആഫ്രിക്ക, യൂറോപ്പ്, ഇതൊക്കെയാണ് ഞാൻ പഠിക്കാൻ പറയുന്നതിൻ്റെ കാര്യം. ഇതാണ്, നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുത എവിടെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് വാ. അപ്പോൾ ഇത് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രശ്നമല്ല, ലോകത്തിൻ്റെ എല്ലായിടത്തെയും പ്രശ്നമായിരുന്നു. അത് ഇസ്ലാമിക് കൾച്ചറിന് മുന്നേ ഉള്ളത് ഗ്രീസാണ്. അപ്പോൾ ആ ഗ്രീസിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ആക്കിയെല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ് അർത്ഥം. So today these ages are considered completely unacceptable because modern societies understand childhood very differently and have strict laws to protect minors. നിയമം വന്ന എപ്പോഴാണ്? മോഡേൺ സൊസൈറ്റിയിലാണ്. അതിനു മുമ്പ് അങ്ങനെ നിയമമില്ല. ആ നിയമം വരുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങളും അതിനകത്ത് പെടും. മുസ്ലിം മാത്രമല്ല. അപ്പോൾ ഞാനത് പറഞ്ഞു ഏജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യൂറോപ്പിലല്ല എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഏൻഷ്യൻ റിലീജിയൻ 12-നും 20-നും ഇടയിലാണ് ഞാൻ കാണുമ്പോൾ. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ 12 വയസ്സിൻ്റെ ഒരു കല്യാണം കാണുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 20-നും 12-നും ഇടയിലാണ് അന്നത്തെ കല്യാണമൊക്കെ നടന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഇന്നത്തെ സാഹചര്യമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ദിസ് ഈസ് എ തോട്ട്ഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ, വിതൗട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മതത്തിൻ്റെ ഈ മതത്തിൻ്റെയും പക്ഷം പിടിക്കാതെ ഈ പറഞ്ഞ പോലെ ഡബിൾ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരുണ്ടല്ലോ. ഏതാ? ഈ എയ്ത്തിസ്റ്റുകൾ, ഇസ്ലാമിക് എയ്ത്തിസ്റ്റുകൾ. അതിങ്ങനെ സാധനം വരുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? എയ്ത്തിസം എന്താണെന്ന് നോക്കാം അതിനു മുമ്പ്. ഓക്കെ, ഇതിലേക്ക് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കണേ. എയ്ത്തിസം, വാട്ട് ഈസ് ഇറ്റ്? ഇത് ഗൂഗിൾ സെർച്ചാണ്. So atheism in the broad sense is an absence of belief in the existence of deities. Less broadly, atheism is a rejection of belief that deities exist. Narrower sense ആണെങ്കിൽ അവരെ ഒരു എസ്പെഷ്യലി ഈ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഒരു ദൈവവുമില്ല എന്ന് പറയുന്നതാണ് എയ്ത്തിസം. എന്ന് വെച്ചാൽ സൂപ്പർ നാച്ചുറൽ പവർ ഒന്നുമില്ല എന്ന് പറയുന്നതാണ് എയ്ത്തിസം. ഓക്കെ, എന്ന് വെച്ചാൽ രാമൻ ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. അവരാരെയും പറയാണ് ജീസസ് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. കാരണം അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചതാണ്. അത് ബൈബിളും പറയുന്നതാണ്. എന്നാൽ അപ്പോഴാണ് പറയുന്നത് മേരി നിങ്ങൾ മോശക്കാരിയാണോ കുറ്റക്കാരിയാണെന്ന് തോന്നുമ്പോഴാണ് പ്രവാചകൻ, അത് ബൈബിളിൽ പറഞ്ഞ കഥയാണ്. ഖുർആൻ പറയുന്നത് ജീസസ് തൊട്ടിൽ കിടന്ന് സംസാരിച്ചു, ഞാൻ ഇങ്ങനെ ദിവ്യമായിട്ടുള്ള ഗർഭത്തിലൂടെ വന്ന ആളാണ് എന്ന് തൊട്ടിൽ കിടക്കുന്ന കുട്ടി, ജനിച്ചു വീണ കുട്ടി സംസാരിച്ചു എന്ന് ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ബുക്കും എക്സ്പാൻഷനാണ്. പറഞ്ഞ ചരിത്രത്തെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അടുത്ത ബുക്സ്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ആകുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് എടുക്കുന്നത് പഴയതിൽ നിന്നായിരിക്കും. പക്ഷേ എന്നാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് പുതിയ റിലീജിയൻ ആയിരിക്കും, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജുഡൈസം ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. മോസസ്, ജീസസ് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. ഹിന്ദുയിസത്തിലുള്ള എല്ലാ ദൈവങ്ങളും, ബുദ്ധിസം അതിനകത്തുള്ളതും ഒരു സൂപ്പർ നാച്ചുറൽ ആണ്. അദ്ദേഹത്തിന് മെൻ്റലിസം അതൊക്കെ പറ്റുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടിരിക്കുന്ന എല്ലാവരും, ദൈവമായിട്ട് കാണുന്ന മതമുള്ള എല്ലാവർക്കും ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ പവർ ഡയറ്റീസ് ഉണ്ട്. എന്നാൽ എയ്ത്തീസിന് അതില്ല. അപ്പോൾ എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം നെല്ലും പതിലും വേർതിരിക്കുന്നതിൻ്റെ പ്രശ്നം ദൈവമുള്ളവരും ഇല്ലാത്തവരും തമ്മിലല്ലേ മാറ്റുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എയ്ത്തീസ് അപ്പുറത്തും ബാക്കി എല്ലാ മതങ്ങളും ഒരിടത്തല്ലേ വരേണ്ടത്. എന്നുവെച്ചാൽ കളക്റ്റീവ്ലി നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. അപ്പുറത്ത് ഇവനൊക്കെ ഒറ്റപ്പെടുത്തണം എയ്ത്തീസ്. കാരണം അവന് മതമില്ല, അവൻ നമ്മളെ ആരെയും വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ ഗ്രൂപ്പ് ഫസ്റ്റ് ഫിൽറ്ററിങ് നടത്തി കഴിഞ്ഞാൽ, ഡേറ്റ ഫിൽറ്ററിങ് നടത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് നമുക്ക് എടുക്കാം.
ഫിൽറ്റർ ചെയ്ത ഒരു ഡേറ്റയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാം. എടാ ഞങ്ങളുടെ ദൈവമാണോ വലുത്, നിങ്ങളുടെയാണോ നോക്കുന്നത്, ആ ഒരു പ്രോസസ്സ് ചെയ്യാം. പക്ഷെ അപ്പോൾ ഇവിടെ ഉണ്ടാവരുത്. കാരണം അവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്ലോസ് എന്താണ്? വേർ ദേ ബിലീവ് ദ ഗോഡ് ഡസൻറ്റ് എക്സിസ്റ്റ്. അത് ട്രൂ ആയി കഴിഞ്ഞാൽ എയ്ത്തിസ്റ്റ് പുറത്തായി. ഫോൾസ് ആയാൽ മാത്രമാണ് ട്രൂ. അപ്പോൾ ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ അടിച്ചാൽ പോരെ. നിങ്ങളെന്തിനാണ് ഇപ്പോൾ എയ്ത്തിസ്റ്റുകൾ വരുന്നത്? നമ്മളുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അവരൊന്നിനും. അപ്പോഴാണ് പറയുന്നത് എയ്ത്തിസ്റ്റുകൾ എന്ന് പറയും, ഓക്കെ ഞങ്ങൾ ജീസസിനെയും പ്രവാചകനെയും കമ്പയർ ചെയ്തു. ജീസസ് ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയും പ്രവാചകൻ മോശക്കാരനുമാണ്. പ്രവാചകൻ കുട്ടികളെ പീഡിപ്പിച്ചു. ജീസസ് എന്നാൽ കുട്ടികളെ ചേർത്ത് പിടിച്ചു. പ്രവാചകൻ യുദ്ധം ചെയ്തു, എന്നാൽ ജീസസ് അവരുടെ സമൂഹത്തെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ കമ്പാരിസൺ നടത്തുമ്പം ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു, ഞങ്ങൾ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഓക്കെയാണ്. നിങ്ങളെന്തിനാണ് ഷെയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് ദൈവമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ദൈവം ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ മാറിയിരിക്കുന്നത്. അവന് നിങ്ങളെന്തിനാണ് ക്രിസ്ത്യാനിറ്റി പൊക്കി പിടിച്ചിട്ട് ഇസ്ലാമിനെ മോശമാക്കുന്നത്? അങ്ങനെയാണെന്ന് ക്രിസ്ത്യാനികളാണ് പറയേണ്ടത്. ക്രിസ്ത്യാനികൾ പറയേണ്ടത് നിങ്ങളെന്തിനാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഡിബേറ്റിന് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് അല്ലേ, എയ്ത്തിസം വേഴ്സസ് റിലീജിയൻ എന്നുള്ളതാണ് വരേണ്ടത്. അല്ലാതെ ഇസ്ലാം വേഴ്സസ് എയ്ത്തിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. ആദ്യം ദൈവത്തെ നിങ്ങൾ പഠിക്കും, എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാം അല്ലേ. അപ്പോഴാണ് ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഡബിൾ തന്തമാർ, ടു ഫാദർ സിൻഡ്രോം, അതൊക്കെ ഡബിൾ ഫാദർ സിൻഡ്രോം എന്നൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഉള്ള പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നിലപാടെടുക്കുന്ന ആൾക്കാരുടെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LGBT നിലപാടാണ്, ഇസ്രായേലിൻ്റെ നിലപാടാണ്. ഓക്കെ, അപ്പോൾ LGBT എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അതുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മറ്റേതൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. ഞാൻ ആരുടെ പേരൻസ് എടുക്കണം? നിങ്ങളുടെ അമ്മ അപ്പുറത്തെ അയലത്തുള്ള ചേച്ചിയുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നു, സെക്സിലേക്ക് പോകുന്നില്ല, ഞാൻ അത് പറയുന്നില്ല, ഏനൽ സെക്സിലേക്ക് പോകണ്ട. നിങ്ങൾ പറയുന്നു നിങ്ങൾ ഉമ്മ വെക്കുന്നു പരസ്യമായിട്ട്, നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ കുടുംബത്തിലുള്ളവരെ പറഞ്ഞത്. നിങ്ങളുടെ അനിയൻ നിങ്ങളുടെ സഹോദരിയുമായിട്ട് സെക്സ് ചെയ്യുന്നു, പറ്റില്ല. നിങ്ങളുടെ അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനുമായിട്ട് സെക്സ് ചെയ്യുന്നു, നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മകനുമായിട്ട് സെക്സ് ചെയ്യുന്നു, മനസ്സിലായോ? നിങ്ങളുടെ മകൾ നിങ്ങളുടെ അധ്യാപകനുമായിട്ട് സെക്സ് ചെയ്യുന്നു. ആലോചിച്ച് നോക്ക്. സിമ്പിൾ, ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ എത്തുന്നവരെയുള്ള മരണങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങൾ കരയും, നല്ല രീതിക്ക് കരയും, കൃത്യമായ കണ്ണീര് വരും. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ മകളായി. അപ്പോഴാണ് അയാൾ പറഞ്ഞത് എൻ്റെ മോൻ മരിച്ചുപോയി, ഇനി ജീവിച്ചിട്ട് പോയില്ല. എപ്പോഴാണ് പ്രശ്നം? അയാൾ ഇത്രയും നാൾ LGBT പുറകെ കൊടിയും പിടിച്ച് നടന്ന ആൾ ഇപ്പോൾ പറയുകയാണ് ഞാൻ LGBT അയാൾ കൊണ്ടു. ഏത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ കാണാനല്ല സാർ, അത് വന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലോട്ട് വരട്ടെ, അപ്പോഴാണ് അതിൻ്റെ വേദന അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കൂടെ കിടക്കുന്നു. ആലോചിക്ക്, ഇങ്ങനെ ആലോചിച്ച് നോക്കണം. അങ്ങനെ എന്നാലും LGBT എക്സ്പ്ലനേഷൻ എടുത്തോളൂ. ഇപ്പോൾ പറഞ്ഞ ആണ് പ്രസവിച്ചവൻ്റെ മകനോ മകളോ എന്തായാലും ഒരു ജെൻഡർ ആയിരിക്കുമല്ലോ, ഇവളെ പോലെ രണ്ടും അല്ലല്ലോ. ഏതെങ്കിലും ഒരു ജെൻഡറിലാണെങ്കിൽ അവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വരുന്നു എൻ്റെ അച്ഛനും അമ്മയും, ബാക്കിയുള്ളവരെല്ലാം വരുന്നു. അപ്പോൾ പറയുന്നു എൻ്റെ അമ്മയും വരുന്നു, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും വരുന്നു എന്ന് പറയുമ്പോൾ ആ കൊച്ചിനുണ്ടാകുന്ന വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് നിങ്ങളുടെ മക്കളായെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങളുടെ അച്ഛൻ, ഇപ്പോൾ പരിയേരും പെരുമാളുന്ന സിനിമയുണ്ട്, കണ്ടാണോ? ഒരു തമിഴ് സിനിമയാണ്, അതിൽ പൊളിറ്റിക്സ് പറഞ്ഞാണ്. അപ്പോൾ അതിൽ ദളിത് രാഷ്ട്രീയം പറഞ്ഞ സമയമാണ്. അതിനകത്ത് ദളിതൻ്റെ അച്ഛൻ ഈ പറഞ്ഞ ഒരു കുടം വെച്ച് തുള്ളുന്ന ഒരാളാണ്. അയാൾ പെൺവേഷമാണ് അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ പെൺവേഷം കെട്ടിക്കഴിഞ്ഞാൽ അയാൾ പെണ്ണിനെ പോലെയാണ് നടക്കുന്നത്. അയാളുടെ എല്ലാം അങ്ങനെയായി, ശാന്തി പൊട്ട് പോലൊരു രീതിയായി. അപ്പോൾ അത് നമ്മൾ കളിയാക്കലല്ല, അതിൻ്റെ മാനറിസം അയാൾ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെ ആവുന്നത്. ചില ആൾക്കാർ ഈ പറഞ്ഞ പണ്ട് കോമഡി സ്റ്റാർസിലൊക്കെ ആൾക്കാർ അങ്ങനെ ചെയ്ത് പെണ്ണിൻ്റെ വേഷം കെട്ടി പിന്നെ അയാൾ പെണ്ണായി അങ്ങനെ. എന്ന് വെച്ചാൽ അത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ദിവസം കോളേജ് വന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം അവിടെ പിടിച്ച് നിക്കർ ഊരി വിട്ടുന്നത് എന്തോ ഒരു വൃത്തിയായിട്ട പരിപാടി കാണിച്ചു. അത് കണ്ടപ്പോൾ ഇവൻ അടിക്കാൻ പോയി കഥയാണ് പറയുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ കോളേജിലുണ്ടാകുന്നത് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ എൻ്റെ അച്ഛനല്ല ഇതെന്ന് പറയുന്നൊരു സാഹചര്യം ആലോചിച്ച് നോക്ക്. കാരണം അത് നാണക്കേടല്ലേ അപ്പുറത്ത് വയ്ക്കുന്ന ആൾക്കത് പറയണ്ടേ? നിങ്ങൾ സമ്മതിക്കുമായിരിക്കും, പക്ഷേ ഉള്ളിൽ നിങ്ങൾ ചിരിക്കും. നിങ്ങളുടെ ഗോസിപ്പുകളിൽ അത് വരും, നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളെപ്പറ്റി അപ്പുറത്ത് നിൽക്കുന്ന ആൾ കുറ്റം പറയുന്നുണ്ട്, നമ്മൾ മാറിയാൽ മതി. അല്ലെങ്കിൽ അവിടെ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി, അപ്പോൾ അറിയാം നമ്മൾ കഥയൊക്കെ.
എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരൊന്നും എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളൊന്നുമല്ല. അതുമല്ല, നിങ്ങൾ ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ചിരിക്കാൻ ഉണ്ടാക്കേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എയ്റ്റിസം ഡബിൾ സ്റ്റാൻഡേർഡാണ്. ആ ഡബിൾ സ്റ്റാൻഡേർഡുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാമിൽ നിന്ന് പോയി എന്നാൽ മറ്റ് മതങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. അതെങ്ങനെ ശരിയാകും? നിങ്ങൾ കുഴപ്പമില്ല, എയ്റ്റിസം എന്ന് പറഞ്ഞാൽ മതമില്ല എന്ന്. അപ്പം പിന്നെ മതം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മതവും കാണത്തില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ കൂട് പിടിക്കുന്നത്? നിങ്ങളുടെ മതമല്ലല്ലോ. അപ്പം പറയാണ് ജൂതയിസത്തിൽ കൊള്ളാം, എനിക്ക് ഇസ്രായേലിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ വന്നിട്ട് നിങ്ങൾ എയ്റ്റിസ്റ്റാണ്, നിങ്ങൾ തോറ ഫോളോയി. കാരണം അത് നല്ല മതമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്തേ. കാരണം ഒരു മതമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാം. അപ്പം നമുക്ക് സന്തോഷമാണ്. ഓക്കെ, നിങ്ങൾ മതത്തിൻ്റെ അപ്പോൾ നമുക്ക് ഓക്കെ വി ആർ ദ പീപ്പിൾ ഓഫ്. ഇനി നമുക്ക് വേണമെങ്കിൽ സംവദിക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളുമായിട്ട് റിലീജിയൻ ആക്കാം. പക്ഷേ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അത് മതം മാറണം, ഞാൻ എയ്ത്തിസ്റ്റ് തന്നെ, അത് പറ്റില്ല കേട്ടോ. ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് തന്തയില്ലാത്ത പരിപാടി കാണിക്കരുത്. അത് ഞാൻ പറയുന്നത്, ഞാൻ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറയാണ്. ഞാൻ ആ വാക്ക് പറഞ്ഞു പോയതിൻ്റെ കാര്യം പൊളിറ്റിക്കലിൻ്റെ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അതാണെന്ന് ചോദിച്ചാൽ അല്ല, ഇതാണെന്ന് വെച്ചാൽ അതുമല്ല. അപ്പോൾ പിന്നെ ആരാ അതിനാ തന്തയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്? അത് ചീത്തയാണ്. എനിക്ക് തോന്നുന്നില്ല അത്. ഏതെങ്കിലും ഒന്നിന് വേണ്ടേ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കണ്ടേ? അതാണ് പ്രശ്നം. സോ യു ഹാവ് ടു ചൂസ് അറ്റ്ലീസ്റ്റ് വൺ ഫാദർ, അറ്റ്ലീസ്റ്റ് വൺ. അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് പറയണം വി ഒന്നുമില്ല, സീറോ എന്ന് പറയണം. ഇല്ല, ജീസസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കൃത്യമായ അജണ്ട ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് എയ്ത്തിസമാണ്, ഞാൻ എല്ലാ മതങ്ങളെയും വിമർശിക്കും. അതിനകത്ത് ക്രിസ്ത്യാനിറ്റി വരണം, ജൂതയിസം വരണം, ബുദ്ധിസം വരണം, ഹിന്ദുയിസം വരണം. എന്നാൽ RSSനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ഇതിനകത്തുണ്ട്, എയ്റ്റിസ്റ്റിനകത്തുണ്ട്. അത് എനിക്ക് മനസ്സിലാവുന്നില്ലേ. അതൊന്ന് ഇത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർ. ഞാൻ പറയാൻ പറഞ്ഞു പോയ കാര്യം, നിങ്ങളുടെ തലച്ചോറ് എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ നേരത്തേക്ക് 2-3 മണിക്കൂർ കൊണ്ടുപോവാ. നമ്മൾ ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് പോകും. ആ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാ. നിങ്ങൾ എന്നിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്തു. നിങ്ങൾ പറഞ്ഞു ഒരു ഉപ്പിട്ട് കൊടുത്തു, ഞാൻ തിരിച്ചു കൊണ്ട് തരാം, ഉറപ്പായിട്ടും കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടോ. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് പൊക്കോ. എന്നിട്ട് വന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നത് മതി. അല്ലാതെ നിങ്ങൾ ചിരിച്ചാൽ നേരത്തെ പറഞ്ഞതാവും. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ എന്നെ കോൺട്രഡിക്റ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കളിയാക്കും. ഓക്കെ, അപ്പം പറഞ്ഞു ഏൻഷ്യൻ്റ് ഏജ് 12 മുതൽ 16 വരെയാണ്. അത് ടുഡേയ്സ് മാരേജിലാണ്. പക്ഷേ പണ്ട് അങ്ങനെയുള്ള അത് പ്രായം അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വെൻ ഓർ കമ്പയറിങ് ഏൻഷ്യൻ ജൂയിഷ്, ക്രിസ്ത്യൻ ഓർ ഇസ്ലാമിക് മാരേജസ് വി മസ്റ്റ് സെപ്പറേറ്റ് 2 തിങ്സ്. 2 കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. ChatGPT പറയുന്നത് 1 ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി, 2 മോഡേൺ മോറൽ സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞ ഡിവിഷൻ വന്നേക്കുന്നത്. അപ്പോൾ ക്രൈറ്റീരിയ എന്താണ്? ഒന്നാമത്തത്, ഏൻഷ്യൻ സൊസൈറ്റിയിൽ എന്താണ്, പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ റെഡിനെസ് ആണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറായി. നിങ്ങളുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, നിങ്ങളുടെ മെൻസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയായി. മാരേജ് ഓഫ് എയർലി, നിങ്ങൾക്ക് അപ്പോൾ കല്യാണം കഴിക്കാം, പ്രശ്നമില്ല. കാരണം നിങ്ങൾ പണ്ടത്തെ കാലത്ത് റോമിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ ഉരുക്ക് ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കത്തില്ല. അവർ ഭയങ്കരമായ വലിയ മനുഷ്യന്മാരാണ്. അവിടുത്തെ സ്കൾപ്ചേഴ്സൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. ഇറ്റ് വാസ് ഇൻ സീൻ ആസ് ഇമ്മോറൽ. അതൊരു ഇമ്മോറൽ ട്രാഫിക് അല്ല, പിഡോഫൈൽ അല്ല, കുറ്റമല്ല, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് നിങ്ങളല്ല. ആദ്യം ക്രിസ്ത്യാനിറ്റി പോയി നോക്കുക. 12ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ചരിത്രം നോക്കാം. എവ്രി വൺ, നോട്ട് ഓൺലി റിലീജിയസ് ഗ്രൂപ്പ്, എല്ലാവരും ചെയ്താണ്. മതമല്ല, ആ കൾച്ചറിലെ പ്രശ്നമായിരുന്നു. നിങ്ങൾ ഇന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ച പ്രായമല്ല നോക്കുന്നത്, നമ്മളെല്ലാവരും കല്യാണം കഴിക്കുന്ന പ്രായം നോക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ പറയണേ ഇസ്ലാമിൻ്റെ കല്യാണം ഉണ്ട്, അയാൾ 18ാമത്തെ വയസ്സ് കഴിഞ്ഞ്. ഞങ്ങളൊക്കെ 35 കല്യാണം കഴിക്കുന്ന ആൾക്കുണ്ട് എന്ന് വെച്ച് പറയാൻ പറ്റും. ഞങ്ങളുടെ ഇന്നത്തെ കാലത്ത് 35 കഴിക്കുന്ന പിഡോഫൈൽ എന്ന് പറയാൻ പറ്റും? ഇല്ലല്ലോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ റെഫറൻസ് അല്ല. നമ്മളിരിക്കുന്നത് 2000 നൂറ്റാണ്ടിൽ, നമ്മളിപ്പം ഞാൻ 90s ഉണ്ടായതാണ്. ആ ഒരു 20th സെഞ്ച്വറിയിൽ ഉണ്ടായ ആൾക്കാർ മുഴുവൻ കല്യാണം കഴിച്ച പ്രായം എത്രയേ, അതാണ് നോക്കുന്നത്. ഓക്കെ, കണക്കല്ലേ? മോഡേൺ സ്റ്റാൻഡേർഡ് എന്താണ്? മോഡേൺ സ്റ്റാൻഡേർഡ് മാരേജ് അണ്ടർ 18 ഈസ് ഓഫ്റ്റൻ ഇല്ലീഗൽ, നിയമപരമായിട്ട് തെറ്റാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളാരും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. കൺസെൻറ്റ് ഈസ് റിക്കോർഡ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ രണ്ടുപേരും കൺസെൻറ്റ് എടുക്കണം. ചുമ്മാ റേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കല്യാണം കഴിച്ചാൽ പോലും റേപ്പാണ്. പെണ്ണ് പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നുവെച്ചാൽ സൈക്കോളജി ഈസ് കൺസേർഡ്. രണ്ടുപേരുടെയും മാനസികമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ നോക്കണം. പേഴ്സണൽ ചോയ്സ് മാറ്റേഴ്സ്, രണ്ടുപേരുടെയും അഭിപ്രായം നോക്കണം. ചുമ്മാ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ചില ഫാമിലി പാരൻസിൻ്റെ അടുത്തൊക്കെ പറയേണ്ടത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ താല്പര്യം നോക്കുന്നത്? സോ ദി കറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഈസ് അണ്ടർസ്റ്റാൻഡ് ഏൻഷ്യൻ സൊസൈറ്റീസ് ബൈ ദെയർ ഓൺ ടൈം നോംസ്, നോട്ട് ടുഡേ സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എടുക്കരുത്, അവരെ അവരുടെ വഴിക്ക് ഇടുക. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോടെ. നിങ്ങൾ പോയിട്ട് 2000 ഗ്രീക്കൊക്കെ ആണെങ്കിൽ 2000-3000 വർഷത്തിന് പഴക്കമുണ്ട്. നിങ്ങളെന്തിനാണ് 3000-ലേക്ക് പോകുന്നത്? നിങ്ങൾ 30-ലേക്ക് പോകും. അതല്ലേ നല്ലത്. നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിന് ഒരു കോമൺ സെൻസ് ഇല്ലേ? എന്താ ഇത് പൊട്ടന്മാരാ?
അന്ന് കഞ്ഞി കുടിച്ചോളൂ, ഇന്ന് കഞ്ഞി കുടിക്കുമോ? ഇല്ല. ഇല്ല. പണ്ട് കാലത്ത് ആൾക്കാർ നടന്ന് ചെരുപ്പില്ലാതെ സ്കൂളിൽ പോയി, ഇവകൾ പോവുമോ? പോകത്തില്ല. പറയുമ്പോൾ എല്ലാം പറയണ്ടേ? എന്തത് ഒരെണ്ണം മാത്രം പറയുന്നത്? പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് ഇപ്പം എബ്രഹാം ലിങ്കണൊക്കെ അതിൻ്റെ വെട്ടത്തിൽ നിങ്ങൾ പോയി പഠിക്കുമോ? അപ്പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ആ പോലീസുകാർ ഓടിക്കും. പുസ്തകം എടുത്തുകൊണ്ടാകുന്ന കസേരയും കൊണ്ടങ്ങോട്ട് ചെന്ന് കൊടുക്കും, അടി കിട്ടും. അപ്പോൾ അത് മാറി, അത് ലൈബ്രറി ആയി മാറി. അത് മോഡേൺ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ആളുകൾ മാറും. എന്നാൽ നിങ്ങളുടെ സാഹചര്യമാണ്. അന്നത്തെ കാലത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമേ ഇലക്ട്രിസിറ്റി ഉള്ളൂ, വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ല. മെഴുകുതി സിറ്റുവേഷൻ ചിലപ്പോൾ മെഴുകുതി വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവത്തില്ല. എന്താ നിങ്ങൾ കണക്ക് കൂട്ടുമ്പോഴെങ്കിലും കാലഘട്ടങ്ങളും കാലിക്കട്ടെ, ബോധം വേണ്ടേ തലയ്ക്കകത്ത്? എന്താ പറയുക ഇതിനൊക്കെ? ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഏൻഷ്യൻ്റ് ഏർലി മാരേജ് ഈസ് നോട്ട് പിഡോഫിലിയ. ഫസ്റ്റ് വൺ, ഇതാണ് എനിക്ക് എത്തിസ്റ്റായിട്ടുള്ള പറയാനുള്ളത്. പിഡോഫിലിയ ഈസ് അഡൽട്ട് അട്രാക്ഷൻ ടു പ്രൂബസെൻ്റ്. എന്ന് വെച്ചാൽ പിഡോഫിലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡൽട്ടിൻ്റെ അട്രാക്ഷൻ ടുവേഴ്സ് സമ്മൺ. അതാരെന്ന് നോക്കാം. യൂഷ്വലി ബിലോ ദി ഏജ് 11 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്കൊരു തോന്നുന്നുണ്ടെങ്കിൽ അത് പിഡോഫിലിക്കാണ്, ചിന്തയാണ്. നിങ്ങൾ സെക്സിലേക്ക് പോകണ്ട. ബേസ്ഡ് ഓൺ മോഡേൺ സൈക്യാട്രിക് ഡെഫിനേഷനിൽ വെച്ചിട്ടാണെങ്കിൽ ഈ പറയുന്നത് പിഡോഫിലിയാണ്. ബേസ്ഡ് ഓൺ ബയോളജി ആണെങ്കിൽ അതും ഇതാണ്. പ്യൂബർട്ടി എത്തില്ല. കാരണം 11 വയസ്സിൽ പ്യൂബർട്ടി എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അത് പിഡോഫിലി അല്ല എന്ന് പറയാം, പ്യൂബർട്ടി എത്തുന്നുണ്ടെങ്കിൽ. പക്ഷേ പ്യൂബർട്ടി എത്താത്തത്തോളം കാലം അത് പിഡോഫിലിക്കാണ്. കാരണം മറ്റേന്ന് പറഞ്ഞാൽ ഇമോഷൻസ് വരാൻ തുടങ്ങുന്ന സമയമാണ്. ഓക്കെ. ഏൻഷ്യൻ മാരേജ് നോംസ് ഇൻവോൾവ് പോസ്റ്റ് പ്യൂബർട്ടി ടീനേജേഴ്സ് നോട്ട് എന്ന് വെച്ചാൽ പ്യൂബർട്ടി കഴിഞ്ഞിട്ടാണ് കല്യാണങ്ങൾ നടന്നിട്ടുള്ളത്, അല്ലാതെ അതിന് മുമ്പേ അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പഠിക്കും ബോധമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം ബോധം ഉണ്ടാക്കുക, അല്ലാതെ ഇത് പറഞ്ഞത്. സോ ഏൻഷ്യൻ മാരേജസ് ബിറ്റ്വീൻ 12 to 16 ബേസ്ഡ് ഓൺ പ്യൂബർട്ടി, ഇക്കണോമിക് റീസൺസ് ആൻഡ് കൾച്ചറൽ. നമ്മൾ പറഞ്ഞത് മോറലി നോർമൽ ഓഫ് ദാറ്റ് ടൈം, നോട്ട് പിഡോഫിലിക്. അന്നത്തെ കാലത്ത് അതല്ല. വേത്തിസ്റ്റുകൾ കടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല, എമ്മാരെന്ന് ഉറങ്ങത്തില്ലെന്ന് തോന്നുന്നത്. സോ പിഡോഫിലി ഈസ് 0 to 10. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് പിഡോഫിലി 10 വയസ്സ് വരെ. ക്ലിനിക്കലി ഡിഫൈൻഡ് മെൻ്റൽ ഡിസോർഡർ. അതൊരു വൈകല്യമാണ്. LGBT പോലെ ഒരു പ്രാന്ത് പിടിച്ച സ്വഭാവമാണ്. ഇപ്പോൾ പിള്ളേരെ കാണുമ്പോൾ വഴി കാണുന്ന തുണി പൊക്കി കാണിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഡിസോർഡറാണ്. നിങ്ങൾ ചികിത്സിക്കണം കേട്ടോ. ഓൾവേസ് കൺസിഡർഡ് ഹാംഫുൾ ടുഡേ. ഓക്കെ. നോട്ട് റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ പ്യൂബർട്ടി ബേസ്ഡ് മാരേജ് കസ്റ്റംസ്. അതുമായിട്ട് കമ്പയർ ചെയ്ത് കേട്ടോ. സോ ഹൗ ഡു വി കമ്പയർ ഏൻഷ്യൻ്റ്? അതെന്ന് പറഞ്ഞാൽ ദേ വെർ കൾച്ചറലി നോർമൽ ഫോർ ദർ. അവർ ഒരാളല്ല, പറഞ്ഞില്ലേ നമ്മുടെ കാലഘട്ടത്തിലുള്ള എല്ലാവരും കഴിക്കുന്നതെന്ന് എനിക്ക് കഴിച്ചൂടെ? ഇപ്പോൾ എല്ലാവരും ചോദിക്കും, നമ്മൾ 25 വയസ്സായി ചോദിക്കുക, അറ്റ്ലീസ്റ്റ് കല്യാണം കഴിക്കുന്നില്ലേ? സാധാരണ ചോദിക്കുന്നില്ലേ? അതിന് പറയുമോ 35 കാത്തിരിക്കുന്ന പറയാൻ പറ്റുമോ? സാധാരണ മനുഷ്യന്മാർ ബോധമുള്ളവൻ 18 വയസ്സ് വിട്ട് 21 വയസ്സും വിട്ട് 25 വയസ്സെത്തി കഴിഞ്ഞാൽ ചോദിക്കും കല്യാണം കഴിക്കണ്ടേ? അയൽത്താരെന്ന് ചോദിക്കും, മക്കളെ വേണ്ടടാ എന്ന് ചോദിക്കും, പിള്ളേർ വേണ്ടേ എന്ന് ചോദിക്കും. അതേപോലെ അന്നും ചോദിച്ചു, 12 വയസ്സെത്തിട്ടാ കല്യാണം കഴിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ? എന്താ അവസ്ഥ? ദേ ഫോളോ ദ സെയിം ഏജ് പാറ്റേൺസ് ആസ് ദി എൻറ്റയർ ഏൻഷ്യൻ ഗ്രൂപ്പ്. എല്ലാം ഈ പാറ്റേൺ തന്നെയാണ്. പ്യൂബർട്ടി മാർക്ഡ് ഓൾഡർഹുഡ് എവർ വെയർ നോട്ട് ഇൻ റിലീജിയൻ. മതമല്ല. നൺ ഓഫ് ദീസ് റിലീജിയൻസ് എൻകറേജ് സെക്സ് വിത്ത് പ്യൂബസെൻ്റ് ചിൽഡ്രൻ. ഒരിക്കലും അവർ എൻകറേജ് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടേ പീഡിപ്പിക്കുന്ന ഒരാളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. മോഡേൺ ലോസ് അബൌട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ആണെന്നൊന്നും അന്നില്ലായിരുന്നു ഏൻഷ്യൻ സൊസൈറ്റിയിൽ. ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഒന്നും ഇല്ലായിരുന്നു. വി മസ്റ്റ് ഇവാലുവേറ്റ് ഏൻഷ്യൻ കസ്റ്റംസ് ബൈ ഏൻഷ്യൻ സ്റ്റാൻഡേർഡ്സ്, നോട്ട് മോഡേൺ വൺസ്. ഇവർക്ക് തലയില്ലാത്തതുകൊണ്ടാ? ഇവർ പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ ഉള്ള ആൾക്കാരല്ലേ, പിന്നെന്താ അവർക്ക് ഈ പ്രശ്നം? അപ്പോൾ ആ ടെമ്പർ ഊരിപ്പോയാ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് പ്യൂബർട്ടി കൺസിഡർ ചെയ്യാനുള്ള ക്രൈറ്റീരിയ? ഓക്കെ. പ്യൂബർട്ടി ഈസ് എ ബയോളജിക്കൽ പ്രോസസ്സ്. അത് സാധാരണ നടക്കുന്നതാണ്. നിങ്ങൾ ആരും കൊണ്ടുവരുന്നില്ല, നിങ്ങൾ കൊണ്ട് ഫിറ്റ് വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് നാച്ചുറലി നടക്കുന്നതാണ്. When a child's body begins to change into adult body capable of reproduction. നിങ്ങൾ എപ്പോഴാണോ പ്രായപൂർത്തിയാകുന്നത്, നിങ്ങളുടെ ഹോർമോൺസ് സെക്രറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നിങ്ങൾ പ്യൂബർട്ടി ആയി എന്ന് പറയുന്ന സമയം. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഏജ് അലോൺ. വയസ്സല്ല, ഫിസിക്കൽ ചേഞ്ചസ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ടാവും, രോമവളർച്ച ഉണ്ടാവും. അതൊക്കെ ഇപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കാണുന്നത്. ഇതൊക്കെയാണ് പ്യൂബർട്ടിയുടെ ചേഞ്ചസ്. ഇത് നിങ്ങളുടെ ഡോക്ടറെ ചോദിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ മെഡിസിനോടെ ക്ലാസ് എടുക്കാം. Puberty is equal to when the body starts producing adult level sex hormone. ഏതാണ്? ഈസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ. അപ്പോൾ എന്താണ്? ദിസ് ട്രിഗേഴ്സ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പിഡോഫിലിയ എന്ന് വിളിക്കരുത്. കാരണം 2 പേർക്ക് ഇമോഷൻ ഉണ്ട്. കണ്ടതുകൊണ്ടല്ല, 2 പേർക്കും കണ്ണുകൊണ്ട് നോട്ടം വന്നു. അപ്പോൾ എന്താ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഹോർമോൺസ് ഉണ്ടതുകൊണ്ട് പെണ്ണിനും വരാം, ആണിനും വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും ഇത് വന്നിട്ടില്ല എന്ന്? അങ്ങനെ പറ്റില്ലല്ലോ.
ആ ഇവൻറ്റ് ഡ്രിവനൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഡോക്ടർമാർ പറയും ഇങ്ങനെയൊക്കെ പറ്റുമോ, നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടെ ചെക്ക് ചെയ്യാം. ഏതാ പിഡോഫിലി ആണെന്ന് നോക്കണമെങ്കിൽ അവർക്ക് അത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്ന ഏതെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാതെ പിഡോഫിലി ആണെന്ന്. പക്ഷേ ഓട്ടോമാറ്റിക്കലി വന്നു പോകും. ആണും പെണ്ണിൻ്റെ ഏജിൻ്റെ കാര്യം വന്നാൽ നിങ്ങൾക്ക് അത് വന്നു പോകും. ടിപ്പിക്കൽ ഏജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യൂബർട്ടി ഡസ് നോട്ട് ബിഗിൻ ഓൺ വൺ ഫിക്സ്ഡ് ഏജ്. പറയാറില്ല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ജനറ്റിക്സ്, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, നമ്മൾ ഇപ്പം ബ്രോയിലർ ചിക്കനെ കഴിച്ചിട്ട് പെട്ടെന്ന് പ്യൂബർട്ടിയിലെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം ഗേൾസിൻ്റെ എന്ന് വെച്ചാൽ 8 മുതൽ 13, മെൻസ്ട്രേഷൻ യൂഷ്വലി ബിഗിൻസ് 10 to 14 എന്ന് പറഞ്ഞാൽ പിഡോഫിലെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറയണ്ട. 11 വയസ്സിൽ ആൾക്കാർക്ക് ആഗ്രഹം തോന്നിയാൽ അത് കുഴപ്പമില്ല, കാരണം പിഡോഫിലെ കഴിഞ്ഞു, മെൻസ്ട്രേഷനായി. പക്ഷേ ഇതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ അങ്ങോട്ടായിരുന്നു തോന്നുന്നു. ഇപ്പം ഇങ്ങോട്ടായി വരുന്നുണ്ടെന്ന്. ന്യൂട്രീഷൻ്റെ പ്രശ്നം. ആണുങ്ങളുടെ ആണെങ്കിൽ 9 to 14. ദിസ് ഈസ് ബയോളജിക്കൽ ആവറേജ്, നോട്ട് ദ റൂൾ. ഓക്കെ, നിങ്ങൾക്ക് ഏത് കൊണ്ടെടുക്കാം, ഇതിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂ കൊണ്ടെടുക്കാം. സയൻസ് ഓഫ് പ്യൂബർട്ടി. എന്താണ് പ്യൂബർട്ടി ആയതിൻ്റെ സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട് പെണ്ണുങ്ങൾക്ക്, ഗ്രോത്ത് സ്പർട്ട് ഉണ്ടാവും, പബ്ലിക് ഹെയർ ഉണ്ടാവും, അതേപോലെ മെൻസ്ട്രേഷൻ ലേറ്റർ ഇൻ ദ സീക്വൻസ്, പിന്നെ മന്ത്ലി വരുന്ന മെൻസ്ട്രേഷൻ സൈക്കിൾ ഉണ്ട്. ആണുങ്ങളുടെ ആണെങ്കിലോ ടെസ്റ്റിക്കിൾസ് എൻലാർജ് ചെയ്യും, പബ്ലിക് ഹെയർ ഉണ്ടാവും. പബ്ലിക്കാണോ പ്രൈവറ്റ് ആണോ മനസ്സിലായില്ല. ബോയ്സ് കടുപ്പമാകും, നമ്മൾ നല്ല പുരുഷന്മാരാകും, ഗ്രോത്ത് സ്പർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ വെൻ ദീസ് സൈൻസ് അപ്പിയർ ദ പേഴ്സൺ ഈസ് കൺസിഡർഡ് പ്യൂബസെൻ്റ്. അത് അപ്പോഴാണ് പറഞ്ഞ് ചടങ്ങുകളൊക്കെ നടത്തുക പെണ്ണുങ്ങളുടെ. എന്നുവെച്ചാൽ അതിന് അടയാളം പോലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പറയാം പിഡോഫിലിയ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത സ്റ്റേജ് നോക്കിയാൽ മതിയല്ലോ. പിഡോഫിലിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? പിഡോഫിലിയ എന്നുള്ള ഇനി വിളിക്കരുത് കേട്ടോ, അത് കഴിഞ്ഞ സാധനമാണ്, നമുക്കത് പറയാൻ പറ്റില്ല. സോ ദീസ് വേർഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. പ്രീപ്യൂസെൻ്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡാണ്. എന്ന് വെച്ചാൽ പ്യൂബർട്ടി എത്തുന്നതിന് മുമ്പുള്ള സൈൻ. നോ ഫിസിക്കൽ സൈൻസ്, യൂഷ്വലി 9 to 10. ക്ലിനിക്കലി കൺസിഡർഡ് ചൈൽഡ്. അട്രാക്ഷൻ ഏജ് പിഡോഫിലിയ. അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടാവത്തില്ല, കാരണം അങ്ങനെ ഹോർമോൺ ഇല്ല. പിഡോഫിലിയ ആയി കേട്ടോ. അതാരാ ചെയ്യുന്നറിയാം? എഫ്സ്റ്റീൻ്റെ കാര്യത്തൊക്കെ വരുമ്പോൾ പിഡോഫിലി ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. എഫ്സ്റ്റീൻ്റെ കാറ്റഗറി ഏതാണെന്ന് നോക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അയാൾ പിഡോഫിലിക്കാന്ന് നോക്കാം. ഞാൻ അതും ഒഴിവാക്കി തരാം. അയാളെ രക്ഷിക്കാം, ട്രംപിനെ രക്ഷിക്കാം, പോട്ടെ, എല്ലാവരും രക്ഷിക്കാം. പ്യൂബസെൻ്റ് ഏർലി പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 10 to 14. പോസ്റ്റ് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ സെക്ഷൽ മെച്യൂരിറ്റി ആയി, പിന്നെ കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് എത്താം. എന്നാൽ സമൂഹം സമ്മതിക്കുന്നതിന് 18 വരെ വെയിറ്റ് ചെയ്യണം. നീ കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കും. ഇത്ര നാളെ 6 ഇല്ലേ കാത്തിരിക്കുക, ഇനി ഒന്ന് വേവേറും കാത്ത് 6 അങ്ങനെയുണ്ട്, 6 വരെ കാത്തിരുന്നു പറയാം. സോ ക്ലിനിക്കലി പിഡോഫിലി എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഉണ്ടാകുന്നതിന് മുമ്പ്, ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ മനസ്സിലാക്കി തരാണ്. ഏർലി പ്യൂബസെൻ്റ്. പിന്നെ അഡൽട്ട്ഹുഡാണ് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ്, എൻ്റെ അവർ പറയുന്നത് ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, നിങ്ങൾ പ്രായപൂർത്തി എത്തിയാൽ നിങ്ങളുടെ കുഞ്ഞുകളിയൊക്കെ മാറ്റി വെച്ചോ, നിങ്ങൾ ഈ പണിക്ക് പോടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അഡൽട്ട്ഹുഡ്. ഇപ്പോഴത്തെ പോലെ വീട്ടിൽ നിന്ന് തിന്നാൻ പറ്റത്തില്ലായിരിക്കും. സൊസൈറ്റീസ് ഡിഡിൻ ഹാവ് മോഡേൺ സൈക്കോളജി ഓഫ് സ്കൂളിങ് എന്നിട്ടില്ലായിരുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി വാസ്, അതെനിക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് പ്രായമില്ലാന്ന്, പ്രായം അത്ര ആയുസില്ലെന്ന്. ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് ടു ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഏജ് ഒരുപാട് പ്രായം ആവുന്നില്ലെന്നാണ് അർത്ഥം. ആയിരിക്കണം, ആയിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാവുന്നു. അഡൽട്ട്ഹുഡ് വാസ് ബേസ്ഡ് ഓൺ ബയോളജി, നോട്ട് ബേസ്ഡ് ഓൺ ഏജ് നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെ എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു വൈ എപ്സ്റ്റീൻ ഈസ് കൺസിഡർഡ് എസ് എ പിഡോഫൈൽ. മൈ പെർസ്പെക്റ്റീവ് ഇസ് വിഷ്വലി. ഞാൻ പെണ്ണുങ്ങളൊക്കെ വലുതായിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഫോട്ടോ കാണുമ്പോഴൊക്കെ നല്ല വലിപ്പമുള്ള പെണ്ണുങ്ങളാണ്, പിന്നെ അങ്ങനെ പിഡോഫിലിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ChatGPT പറഞ്ഞു തരുമെന്നു. ഓക്കെ, ജെഫ്രി എപ്സ്റ്റീൻ വാസ് നോട്ട് എ പിഡോഫൈൽ ഇൻ ദ ക്ലിനിക്കൽ സെൻസ്. ബയോളജി പ്രകാരം അയാൾ പിഡോഫൈൽ അല്ല. നിയമം പ്രകാരം നോക്കുകയാണെങ്കിൽ ഓക്കെ, കാരണം ഇയാൾ പീഡിപ്പിച്ച കുട്ടികളെല്ലാം 14 വയസ്സുള്ളതാണ്. എപ്സ്റ്റീൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ട്രംപിൻ്റെ കാര്യം പറഞ്ഞു, മറ്റേ ആരൊക്കെ ഉണ്ട്, അത് ChatGPT പറഞ്ഞാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതൊന്നും അല്ലേ. അവർ പറഞ്ഞത് ഇവരെ കണ്ടു, ഇവർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. എപ്സ്റ്റീൻ ഫയലൊക്കെ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് 14 മുതൽ 17 വയസ്സുള്ള ടാർഗറ്റ് എന്ന് വെച്ചാൽ 18 വയസ്സിന് മുമ്പുള്ള ആളെ ഇഷ്ടം. 18 വയസ്സ് കഴിഞ്ഞാൽ അയാൾ പ്രായമായി കാണും, അതുകൊണ്ടൊക്കെ ഇഷ്ടമല്ലായിരിക്കും. മോസ്റ്റ് ഓഫ് ദ വിക്ടിംസ് ആർ നോട്ട് പ്യൂബസെൻ്റ് ചിൽഡ്രൻ, വിച്ച് ഇസ് ദാറ്റ് പിഡോഫിലിയ സ്ട്രിക്ട്ലി മീൻസ്. അതങ്ങനെയാണ് എന്ന് വെച്ചാൽ സീരിയൽ അയാളൊരു സെക്ഷൽ അബ്യൂസറായിരുന്നു, മൈനേഴ്സിൻ്റെ സെക്സ് ട്രാഫിക്കറായിരുന്നു. അയാളുടെ പ്രായപരിധി 14 മുതൽ 17 വരെയാണ്. എന്ന് വെച്ചാൽ 18 വയസ്സായതിനു മുമ്പാണ്. അതുകൊണ്ടാണ് പിഡോഫിലി എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് പിഡോഫിലി എന്നല്ല കൃത്യമായിട്ട് പറയേണ്ടത്, അതിന് വേറെ ടേം പറയുന്നുണ്ട്. ക്ലിനിക്കൽ ടേംസിൽ, അതായത് നിയമപരമായിട്ട് പിഡോഫിലിയാണ്, പക്ഷേ എന്നാൽ മെഡിക്കൽ ടേംസിൽ അത് അങ്ങനെയല്ല. എന്താണ് വരുന്നത്? പിഡോഫിലി എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ടു പ്യൂബസെൻ്റ് ചിൽഡ്രൻ. 11 വയസ്സ് വരെയാണ് ബയോളജി മെഡിക്കൽ റെക്കോർഡ്സിൽ. അന്നേരം 14 കഴിഞ്ഞു, 14ആയി, പിഡോഫിലിയ കഴിഞ്ഞു.
മെഡിക്കൽ റെക്കോർഡ്സ്. അണ്ടർ 11 താഴെയാണ് ഈ ഫിഡോഫീലിയ. പിഡോഫിലിയ 14-നാണെങ്കിലോ 11-14 ഹെപ്പിഫീലിയ എന്ന് വിളിക്കാം. ഹെബിഫീലിയ ഏർലി പീപ്പേഴ്സിൻ്റെ എന്ന് വെച്ചാൽ അതിനാണെങ്കിൽ ഹെബിഫീലിക്കാണെങ്കിൽ നമ്മളെ അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി എടുത്തോ, എവിടെയെങ്കിലും കൊണ്ട് എഴുതിച്ചോ. പക്ഷേ അതും കഴിഞ്ഞു. അയാൾ ഹെബിഫീലിക്കാണ്. അതേപോലെ ഈ വാക്കൊക്കെ ആരുടെ കണ്ടുപിടിച്ചത്? എഫിബോഫിലിയ. അത് 15. അതെന്ന് വെച്ചാൽ ഇയാൾ 2 കാറ്റഗറികളുണ്ട്. 14-നും 19-നും ഇടയിലുള്ള കാറ്റഗറി രണ്ട് വേണമെങ്കിൽ കുറ്റം ചേർത്താം. അയാൾ 2 പക്ഷേ അയാൾ പിഡോഫീലല്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ പിഡോഫീലിയ ഞാൻ വിളിക്കുന്നില്ല, വേറെ ഞാൻ വിളിച്ചതിൽ സോറി, ഞാൻ മാപ്പ് പറയുന്നു. സോ ദ ലോ ഈസ് ഡിഫറെൻറ്റ് ഫ്രം സൈക്കോളജി. അത് വെച്ച് പറയാം. ലോയിൽ പറയുമ്പോൾ അയാൾ പിഡോഫീൽ. അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു, സോറി, ഞാൻ മാറ്റി പറഞ്ഞു. കാരണം നിയമപരമായിട്ട് നിങ്ങൾ പിഡോഫീലാണ്. എ മൈനർ ആൻഡ് ഈവൻ ഫിസിക്കലി ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും അതിന് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്, അബ്യൂസ് എന്ന് പറയുന്നുള്ളൂ. പിഡോഫിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ സോറി പറയുന്നു, മാപ്പ്. വീണ്ടും പിഡോഫിൽ അല്ല, നിങ്ങൾ ഹെബിഫൈലാണ്, എഫിബോഫൈലാണ്. ഓക്കെ, ബിക്കോസ് മൈനേഴ്സ് കനോട്ട് ലീഗലി കൺസെൻറ്റ്. അവർക്ക് കൺസെൻറ്റ് കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ചിലപ്പോൾ വേറെ ആരും കൺസെൻറ്റ് കൊടുത്താൽ ശരിയാവുമായിരിക്കും, അറിയില്ല. പക്ഷെ എന്നാലും അയാൾ കൊള്ളാം ആൾ. So why do people call him pedophile? It is a strong emotional word. അത് സാധാരണ അറിയുന്ന ആൾക്കാർ അത് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെ പഠിക്കാനാണ്? ഹെബിഫോബിയ ഓലിയ അല്ലേ? എനിക്ക് തന്നെ വായി, പിഡോഫിലിയ മതി. എനിക്ക് വീണ്ടും സോറി. മീഡിയ സിംപ്ലിഫൈസ് കോംപ്ലിക്കേറ്റഡ് സൈക്കോളജിക്കൽ ടേംസ്. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ. അറിയാത്തതുകൊണ്ടല്ല, ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ്. ഇത് പിന്നെ സുഖമുണ്ട്. പിഡോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമുണ്ട്. മറ്റേത് ഇനി പറഞ്ഞു കേട്ടൊക്കെ പറഞ്ഞു. ഞാൻ ഹെബിഫിലിയ ഉള്ള വാക്ക്. പക്ഷെ പിഡോഫിലിക്ക് നല്ലൊരു പവറുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും വരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ആയിഷയിലേക്ക് വരുന്നു, പ്രവാചകൻ്റെ ഭാര്യയിലേക്ക് വരുന്നു. പ്രവാചകൻ്റെ ഭാര്യ 6 വയസ്സിലാണോ 9 വയസ്സിലാണോ സെക്ഷൽ റിലേഷൻഷിപ്പ് എത്തിയതെന്ന് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അതിൻ്റെ ഒരു കണക്കെടുക്കണം. അതായത് ഇത് ഇവിടെ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞത് ആയിഷയുടെ പ്രായം അളക്കണം. എനിക്ക് നേരത്തെ പറഞ്ഞ കണക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ സമയം, പടക്കം പൊട്ടിച്ച സമയം, പാസ്റ്റിൻ്റെത്, നിങ്ങളുടെ ഉമ്മയുടെ റെഫറൻസ്, റെക്കോർഡിക്കൽ റെഫറൻസ് എന്ന് വെച്ചാൽ കാരണം ഇവർ പറയും പിഡോഫിൽ എന്ന് വിളിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ വഴിയില്ല, തുറന്നെടുക്കലല്ലാതെ വേറെ ഒരു വഴിയില്ല. സോ അങ്ങനെ ആയിരുന്നു. സോ അത് നമ്മൾ പറയണം, അത് ആക്കണമല്ലോ. ഇവർ പറഞ്ഞ പ്രായം നോക്കണമല്ലോ. എവിഡൻസ് തന്നത് എവിഡൻസ് റെഫറൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഒരാൾ നുണ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള റെഫറൻസ് എടുക്കാം. നിങ്ങൾ നുണ പറയുന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഇവന്റിലുണ്ടെങ്കിൽ അയാൾ നുണ പറയത്തില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ദൃശ്യത്തിനകത്ത് 3 വരെ 3 റൂമിലിരുത്തിയത്. 3 പേരും കോൺട്രഡിക്റ്റ് ചെയ്യും. പക്ഷെ അവർ പറഞ്ഞത് മറ്റേ മോഹൻലാൽ എന്ന് പറഞ്ഞു കൂടാ, നിങ്ങളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ശരിയായിട്ടേ പറയാൻ പാടുള്ളൂ. പക്ഷെ അയാൾ ചെയ്ത കാര്യം കറക്റ്റാണ്. ആ ഇവൻ്റ് ഉണ്ടാക്കി. എന്നുവെച്ചാൽ നിങ്ങൾ ആ വിഷ്വലി കണ്ട ഇവൻറ്റിന് നിങ്ങൾ മറക്കത്തില്ല. കള്ളം പറയാൻ പറ്റും, പക്ഷെ നിങ്ങൾ കണ്ടത് ആരും കള്ളം പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അയാൾ ഇവൻ്റ് ഉണ്ടാക്കി. പക്ഷേ ഡേറ്റ് മാത്രം ഒന്ന് ഫോർജ് ചെയ്തു മാത്രമേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇത് മോഹൻലാൽ അടിപൊളിയാണ് കേട്ടോ. ജിത്തു ജോസഫ് അടിപൊളിയാണ്. യു വാണ്ട് ടു എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് യു വാണ്ട് ടു എസ്റ്റിമേറ്റ് ദി ഏജ് ഓഫ് ആയിഷ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ആയിഷ. എന്ന് വെച്ചാൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യനാണ് അബൂബക്കറിൻ്റെ മകളാണ് ആയിഷ. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആയിഷയുടെ കല്യാണം നടക്കുമ്പോഴുള്ള പ്രായമാണ് നോക്കേണ്ടത്. ഹിസ്റ്റോറിക് ടൈം ലൈൻ ലോജിക്ക് വെച്ചിട്ട്, നോട്ട് ജസ്റ്റ് ബൈ കോട്ടിങ് കോമൺലി സൈറ്റഡ് ഹദീസ് വെച്ച് പറയാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് ഹദീസ് മതി. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ട് ഞാനത് പിഡോഫിലി ആണോ എന്ന് നോക്കണം. കാരണം ഞങ്ങളുടെ പ്രവാചകൻ പ്യുവർ ആണെന്ന് നോക്കണം. അതിൻ്റെ കാരണത്തിലാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ എനിക്ക് വേറൊരു ഇൻറ്റൻഷനും ഇല്ല. പ്യുവർലി ഹിസ്റ്റോറിക്കൽ സ്റ്റഡി. എത്തിസ്റ്റിന് ഇനി മിണ്ടാൻ അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞു തരുവാണ്. വീണ്ടും പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയോടും കൂടെ വിമർശിച്ചാൽ ഞാൻ ഓക്കെ, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുമായിട്ട് നമ്മളെല്ലാം ഓക്കെയാണ്. നിങ്ങൾ പറഞ്ഞ ഹിന്ദുയിസം ജൂദായിസം എല്ലാം എടുക്കണം. ബിലോ ഈസ് എ കെയർഫുൾ ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ടഡ് നോൺ പോളിം. ഇതെന്താണ് ഇത്? കൺസ്ട്രക്ഷൻ. ഓക്കെ, അതെന്തിലോട്ടെ. ഇതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, റിസ്വാൻ്റെ വാപ്പാടെ വയസ്സ് എത്രയാണ്? ബർത്ത് ഓഫ് ആയിഷാസ് ഫാദർ അബൂബക്കർ 573 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, 570 അങ്ങനെയാണ് പോകുന്നത്. 573 മുതൽ 622 ആ കാലഘട്ടം വരെ 600 നോക്കാം. പ്രവാചകൻ്റെ കാലഘട്ടം ടൈമിലാണ് നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ആയിഷയുടെ ബർത്ത് എപ്പോഴാണ്?
ഒരു എസ്റ്റിമേറ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വ്യൂ പ്രകാരം ബോൺ 613-നും 14-നും ഇടയിലാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ സ്കോളേഴ്സ് പറയുന്നത് അത് 605-നും 7-നും ഇടയിലാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ട്രഡീഷണൽ വ്യൂ പ്രകാരമാണ് പെഡോഫിലി ആകുന്നത്. എന്നാൽ ഹിസ്റ്റോറിക്കൽ സ്കോളേഴ്സ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അതല്ല. അപ്പം നമ്മൾ ഏതാണ് എടുക്കേണ്ടത് നോക്കാം, അതുകൂടെ നോക്കണമല്ലോ. So we will test both using the timeline reasoning. The prophet's mission begins 610 എന്ന് വെച്ചാൽ പ്രവാചകന് നുബുവത്ത്, പ്രവാചകനായി എന്ന് പറഞ്ഞ് ഗബ്രയേൽ മാലാക വന്നിട്ട് ഇനി പ്രബോധനത്തിൽ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിലാണ്. എന്ന് വെച്ചാൽ പ്രവാചകൻ 610 ആകുമ്പോഴത്തേക്ക് 40 വയസ്സുണ്ട്. പ്രവാചകൻ ജനിച്ച സമയമല്ലത്. എന്ന് വെച്ചാൽ അദ്ദേഹം അപ്പോഴത്തേക്ക് പ്രവാചകൻ ആയി. അപ്പോൾ ആയിഷയുടെ ഫാമിലിയായിട്ട് നോക്കുമ്പം അബൂബക്കർ വാസ് ദ ഫസ്റ്റ് അഡൽട്ട്. ആദ്യമായിട്ട് പോയത് അബൂബക്കറാണ്. എന്ന് വെച്ചാൽ 610 അബൂബക്കർ ഇസ്ലാം മതം സ്വീകരിച്ചു. ആയിഷ റെക്കോർഡഡ് ഹാവ് ടു ബി അക്സെപ്റ്റഡ് ഇസ്ലാം ഏർലി. എന്ന് വെച്ചാൽ വാപ്പയുടെ കൂടെ തന്നെ മകളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് വെദർ ഷീ വാസ് ചൈൽഡ് ഓർ ഓൾറെഡി ബോൺ 610 ഡിപ്പെൻഡ്സ് ഓൺ ദി ഇയർ. എന്ന് വെച്ചാൽ അത് കുട്ടിയാണോ അല്ല ബോധമില്ലാത്ത സമയത്ത് ബോധമുണ്ടോ അഡൽട്ടാണോ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആ സമയം വെച്ചിട്ടാണ്, ബർത്ത് ഇയർ വെച്ചിട്ടാണ്. അതിനുശേഷം 622 മദീനയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 12 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട് അല്ലേ. അവർ തമ്മിലുള്ള മാരേജ് നടക്കുന്നത് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്കാഹ് നടക്കും, അതിനുശേഷമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുക. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലേ? എന്ന് വെച്ചാൽ 620-നും 21-നും ഇടയിലാണ് അവർ കല്യാണം കഴിച്ചത് മക്കയിൽ വെച്ചിട്ട്. അതിനുശേഷം എന്ന് വെച്ചാൽ മദീനയിലേക്ക് പോയിട്ടില്ല. കൺസുമേഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ എത്തുക എന്നുള്ളതാണ്. അത് ഹിജറ കഴിഞ്ഞ് ശേഷം, ഹിജറ കഴിയാന്ന് പറഞ്ഞാൽ 622 ഹിജറ കഴിഞ്ഞു. എന്ന് വെച്ചാൽ 20 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 23-ലാണ് സെക്ഷൽ റിലേഷൻ. 3 വർഷത്തെ വ്യത്യാസമുണ്ട്. ഓക്കെ, ടൈം ലൈൻ നോക്കാം നമുക്ക്. വാസ് ആയിഷാസ് ബോൺ ബിഫോർ ഇസ്ലാം ബിഗാൻ. ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് പ്രവാചകൻ 610 പ്രവാചകനാണ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരുന്നതിന് മുമ്പ് ആയിഷ ഇസ്ലാം ജനിച്ചിട്ടുണ്ടോ നോക്കണം. കാരണം അബൂബക്കർ ഉള്ള സമയത്ത് ആയിഷ മതം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നത് സം ഏർലി മുസ്ലിം ഹിസ്റ്റോറിയൻസ് മെൻഷൻ ആയിഷ സേ ഐ ഡോണ്ട് റിമെമ്പർ എ ടൈം വെൻ മൈ പാരൻസ് വേർ മുസ്ലിംസ്. ആയിഷ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല എൻ്റെ വാപ്പ എപ്പോഴാണ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു റെഫറൻസ് ആണ്. ഇഫ് ഇറ്റ്സ് ട്രൂ, അത് ശരിയാണെങ്കിൽ ഹെർ പാരൻസ് വെയർ ഓൾറെഡി മുസ്ലിം ബൈ 610 CE. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളാണല്ലോ, പ്രവാചകൻ വന്നു ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ അത് മാറ്റില്ല. അബൂബക്കർ ഇസ്ലാം മതം സ്വീകരിച്ചതിന് അത് സംശയമില്ല, കാരണം അത് വാലിഡാണ്. അപ്പോൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ അവർ ഓൾഡ് ഇനഫ് ടു റിമെമ്പർ ഇവൻറ്റ്സ്. അവർ വാപ്പ അത് മതം മാറുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, അവർ അത് ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റിൽ ആ സമയത്തുണ്ട്. അത് മാത്രമല്ല അവർക്ക് ഓർക്കാനും പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ മെമ്മറി ലോസ് വരാത്തൊരു ഏജാണ് പിന്നീടുള്ള സമയം. ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ ഏജ് 4+ കഴിഞ്ഞാലാണ് അത് സംഭവിക്കുക. ബയോളജിക്കലി പറയുകയാണെങ്കിൽ ഓർമ്മ നിലനിർത്തണമെങ്കിൽ യു ഹാവ് ടു ബി ഓൾഡ് ഇനഫ്. സോ ഇഫ് ഷീ റിമെമ്പേഴ്സ് ഏർലി ഇസ്ലാം ഷീ കുഡ് നോട്ട് ഹാവ് ബീൻ ബോൺ 613. അപ്പോൾ ജനിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, അത് പോയി. എവിടെയാണ് ട്രഡീഷണൽ വ്യൂ ബോൺ അറൗണ്ട് 613 to 14 നടക്കില്ല. കാരണം പാപ്പ മതം മാറുന്നത് കണ്ടിട്ടുണ്ട്, ഓർമ്മയിലുണ്ട്. 610-ലാണ് മതം മാറുന്നത്. അതെ, 4 വയസ്സല്ല അല്ല അങ്ങനെ അതുകൊണ്ട് ജനിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുട്ടി കട്ടിലെ കിടന്നുറങ്ങായിരിക്കും. എന്നുവെച്ചാൽ പാല് കുടിക്കുന്ന സമയം കൊണ്ട് അവർ ഓർത്ത് വെക്കുമോ? അത് മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു തരത്തിൽ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, നെവർ മൈൻഡ്. സോ ഇഫ് യു റിമെമ്പർ ദെൻ അങ്ങനെ ആവില്ല. ദിസ് സജസ്റ്റ് ബർത്ത് ബിഫോർ 606 രണ്ടാമത്തെ റെഫറൻസ് ആയ വാപ്പ വെച്ചിട്ടുള്ള റെഫറൻസ് ആണ് പറഞ്ഞത്. ഇനി അസ്മ, അദ്ദേഹത്തിൻ്റെ അവരുടെ സിസ്റ്റർ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നമ്മളെ വ്യത്യാസം ഭയങ്കര വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പെങ്ങളെന്ന് പറയും, നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വാപ്പയുടെ പ്രായം ഇങ്ങനല്ല, എനിക്ക് ഇത്രയില്ലേ പ്രൈസ്, പിന്നെന്താ കുഴപ്പം. അപ്പോൾ അസ്മ എന്ന് പറയുന്നത്, അസ്മ എന്ന് പറഞ്ഞാൽ ആയിഷയുടെ സിസ്റ്ററാണ്. പറയാണ്, ഞാൻ 595 ജനിച്ചു. ഓക്കെ, 610 ഇസ്ലാം വരുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് 15 വയസ്സുണ്ട്. ഓക്കെ, 73 കലണ്ടർ വർഷം, അതായത് മദീനയിലേക്ക് പോയി 622 മുതൽ അങ്ങ് നോക്കുകയാണെങ്കിൽ 693 അവർ മരിക്കുന്നു. 100 ലൂണാർ വർഷം. നമ്മളറിയാലോ ചന്ദ്രന മാസമാണ് നമുക്ക്, സൂര്യമാസമല്ല. എന്ന് വെച്ചാൽ നമുക്കൊരു വർഷത്തിൽ 365 ഇല്ല, 354 ഉള്ളൂ. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മുടെ റമദാൻ ഇങ്ങനെ പുറകോട്ട് വരുന്നത്. ഇപ്പോൾ വിൻ്ററിലാണ്, അടുത്ത സമയം ചിലപ്പോൾ അത് ഓട്ടം ആവും, സ്പ്രിങ് ആവാം. അങ്ങനെ ഞാൻ വന്ന സമയത്ത് സമ്മറായിരുന്നു.
പക്ഷേ ഇപ്പം എന്താണ്ട് എനിക്ക് 6 മണിക്കൂർ നോമ്പെടുത്താൽ മതി. അന്ന് എനിക്ക് 23 മണിക്കൂർ എടുക്കണമായിരുന്നു. കാരണം എത്ര മണി 3 മണിക്കൊക്കെ വാങ്ങി കുടിക്കുന്നത്, 1 മണിക്ക് വാങ്ങി കുടിക്കും. അതുപോലെ 11 മണി വരെ നോമ്പുണ്ട്. പിന്നെ എപ്പോഴാണ് 23 അല്ലെങ്കിൽ തന്നെയും കഴിക്കാൻ ഒരു നേരം കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം നോമ്പെടുക്കാതെ പോയി ചോറുണ്ടാക്കി തിന്നു. കൊതി വരുന്നിട്ട്, കാരണം തിന്നാനും ഒന്നുമില്ല. കഴിച്ച് കഴിഞ്ഞാൽ വയറ് വീർത്ത് വരും. പിന്നെ നമുക്ക് നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോമ്പ് കണ്ട അടുത്തായി. അത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ 4 മണിക്കൂറൊക്കെ ചന്ദ്രമാസം എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇയർ ഈ പറഞ്ഞ ഗ്രിഗോറിയൻ കലണ്ടർ അല്ല, നിങ്ങൾ ലൂണാർ മന്താണ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 30 ദിവസം ഇല്ല, 28 29 ഉള്ളൂ. അല്ല 29 30 ഉള്ളൂ, 31 ദിവസമില്ല. എന്ന് പറഞ്ഞാൽ ഓരോ മാസവും നിങ്ങൾ ഒരു ദിവസം എടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 10-11 ദിവസം കുറയും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ അസ്മ ആൻഡ് ആയിഷ ഇൻ ഏർലി സോഴ്സസ്. സം നറേഷൻസ് സേ ആയിഷ വാസ് 10 years യങ്ങർ. എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കിൽ പറയുന്ന സാധനമുണ്ട്. എൻ്റെ അനിയൻ്റെ വയസ്സ് 10, എൻ്റെ അച്ഛൻ്റെ വയസ്സ് ഇത്. അങ്ങനെ അതുകൊണ്ട് എൻ്റെ വയസ്സ് എത്ര? ഞാൻ എൻ്റെ അച്ഛനേക്കാൾ 2 വയസ്സ് കൂടുതൽ, അല്ല 2 ഡബിൾ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് എൻ്റെ അനിയൻ്റെ കൂട്ടണം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. നിങ്ങളുടെ വയസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ റെഫറൻസ് എന്താണ്? നിങ്ങളുടെ അനിയൻ്റെത്, അച്ഛൻ്റെത്, അമ്മയുടേത് ഒക്കെ വെച്ചിട്ടാണ് കണക്ക് തരിക. PSC ടെസ്റ്റ് എഴുതിയ ആൾക്കാർക്കറിയാം, അവരുടെ അടുത്ത് കണക്ക് വെച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് കൂട്ടിയെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എക്സ് കണ്ടുപിടിക്കൂ. അത് ഭയങ്കര തലവിളിക്കുന്ന സാധനമാണ്. അങ്ങനെ കണ്ടുപിടിച്ച ആൾക്കാർക്ക് മനസ്സിലാവും ഇത്. ഇപ്പോൾ അസ്മ പറയാണ്, ഓക്കെ ഞാൻ ഇതിൽ ജനിച്ചു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 100 വർഷം ജീവിച്ചു, 100 ചന്ദ്രമാസങ്ങൾ ജീവിച്ചു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആയിഷ എന്ന് പറഞ്ഞാൽ 10 ആയിഷ വാസ് 10 years യങ്ങർ, മറ്റവരെക്കാട്ടിലും 10 വയസ്സ് മാത്രമേ പുറകിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അസ്മയുടെ ഏജ് എത്ര? 15ആണ്. 10 വയസ്സിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ 15 - 10 5 വയസ്സ് എന്ന് വെച്ചാൽ ഇസ്ലാം മതം വരുമ്പോൾ ആയിഷയ്ക്ക് 5 വയസ്സുണ്ട്. ഓക്കെ, സെക്കൻഡ് റെഫറൻസ്. അതേ സിംപ്ലി ഇംപ്ലൈ മോർ ലൈക്ക് 4 to 7 years യങ്ങർ. മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ 7 വയസ്സ് മുതൽ 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഉള്ളൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെയും പോയി 8 വയസ്സായി. എന്ന് വെച്ചാൽ കുറഞ്ഞത് ആയിഷ ജനിച്ചിട്ടുണ്ട്. അതായത് 605 ആയിഷ ജനിച്ചിട്ടുണ്ട്. വാപ്പ് മാത്രം മാറുമ്പോൾ അവർക്ക് 5 വയസ്സാണ്. അവരത് കണ്ടിട്ടുണ്ട്, അവരത് ഓർമ്മയുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഓർമ്മ വരണമെങ്കിൽ +4 വേണം. അപ്പോൾ 595 അസ്മ ഉണ്ടായതെങ്കിൽ 10 വർഷം പുറകിലാണെങ്കിൽ 605 ആയിഷ ഉണ്ടാവണം. 7 വർഷം പുറകിലാണെങ്കിൽ 598 ആയിഷ ഉണ്ടാവണം. 5 വർഷം പുറകിലാണെങ്കിൽ 600 ആയിഷ ഉണ്ടാവണം. മനസ്സിലാവും? എന്ന് വെച്ചാൽ മോസ്റ്റ് ഹിസ്റ്റോറിയൻസ് അക്സെപ്റ്റ് 595 605 ഇടയിലൊരു വയസ്സാണ് ആയിഷ റളിയല്ലാഹുവിൻ്റെ വയസ്സ്, പ്രായം. എന്ന് വെച്ചാൽ പിന്നെ 613 അപ്പോൾ എപ്പോൾ പോയി? അത് വാപ്പയായിട്ട് നോക്കിയപ്പോൾ തന്നെ പോയി, പെങ്ങളുമായിട്ട് നോക്കിയപ്പോൾ, അല്ല സഹോദരിയായിട്ട് നോക്കിയപ്പോൾ അത് പിന്നെയും പോയി. 2 കോൺട്രഡിക്ഷൻ. നമ്മൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നോക്കട്ടെ, വേറെ ഉണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്. മാരേജിൻ്റെ കോൺട്രാക്ട് 620 കല്യാണം സെക്ഷൽ റിലേഷൻ 623 ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ ട്രഡീഷൻ പ്രകാരം 613 14 ഇടയിലാണെങ്കിൽ ആയിഷയുടെ പ്രായം 6 മുതൽ 7 വരെ. ഓക്കെ, പിഡോഫിൽ എന്ന് വിളിക്കാം. ഫസ്റ്റ് 9ാമത്തെ വയസ്സിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എത്തി, 9 10 ഇടയിൽ, അതും വേണമെങ്കിൽ പിഡോഫിൽ എന്ന് വിളിക്കാം. 12 16 വയസ്സല്ലേ കുഴപ്പം, നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 604 6 ഇടയിലാണ് ജനിച്ചതെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ. നമ്മൾ ഈ പറഞ്ഞ ഫാക്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയസ്സ് ഞാൻ പറയാതെ തന്നെ പറയും. നിങ്ങൾ ബാക്കി പറ, വാപ്പയുടെ പറ, സംഘട പറ, ഉമ്മയുടെ പറ, അങ്ങനെ ഞാൻ നിങ്ങളുടെ കാര്യം പറയും. ഏകദേശം ഒരു 2-3 വേരിയബിളിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ പറയും. നിങ്ങൾ എനിക്ക് കൃത്യമായി പറയണ്ട. ഓക്കെ, അപ്പം അത് ക്ലൂ എന്താണ്? ആയിഷ വാസ് എൻഗേജ്ഡ് ഇൻ ജുബൈർ ഇബ്നു മുത്തം ബിഫോർ ഇസ്ലാം. എന്തത്? അത് യുദ്ധമാണെന്ന് തോന്നുന്നു. അതെന്താ സാധനം എനിക്ക് അറിഞ്ഞില്ല കേട്ടോ, എനിക്ക് ഇതൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തോ ഇതിൽ നിന്നും എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്നാണെന്ന് വെച്ചാൽ ഓൾഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ 610 മുമ്പാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മീനിങ് ഷീ ഹാഡ് അറ്റ്ലീസ്റ്റ് 5 to 7 years ഓൾഡ് എന്ന് വെച്ചാൽ 610 ആകുമ്പോൾ 7 വയസ്സ് ഉണ്ടാവണം. കാരണം അതിന് മുമ്പ് ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, ആ ഇവൻറ്റിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം 603 6 ഇടയിലാണെന്ന് പോയിന്റ് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് ബദർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 24 മക്കയിൽ വെച്ചിട്ടാണ്, മദീനയിൽ വെച്ചിട്ടാണ് അവർ. അപ്പം എന്ത് ചെയ്തു? ആയിഷ അക്കമ്പനി മുസ്ലിംസ് ടു ബദർ. മുസ്ലിങ്ങളുടെ കൂടെ ബദർ യുദ്ധത്തിന് ആയിഷയും പോയിട്ടുണ്ട്. അപ്പം കമ്പാനിയൻസ് പറയുന്നത് എന്താണ്? ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ
ഇതിന് പോകണം, യുദ്ധത്തിന് പോകണമെങ്കിൽ അവർ ഓൾഡ് ഇനഫ് ആയിരിക്കണം. അതെ, കുട്ടികളെ കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും ഓടില്ല, ഇതില്ല. പ്യൂബിലിറ്റി കാരണം. 2 young girls would not be taken to war expedition. യുദ്ധങ്ങൾക്ക് പോവാറില്ല. If she was 9, this would have been unlikely. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത്. അപ്പം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇതിനകത്ത്? ഒന്നെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വ്യൂ വെച്ചാണെങ്കിൽ ബർത്ത് 613 മാരേജ് 6-ലും 7-ലും 9ാമത്തെ വയസ്സിൽ പെഡോഫിലയാണ്. ടൈം ലൈൻ ബേസ്ഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ വാക്കാണെങ്കിൽ അതാണ്. പക്ഷേ നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾക്ക് തലയ്ക്ക് ചെളിയാണോ? നിങ്ങൾക്ക് പോയി നോക്കൂടെ എന്നത്? അപ്പോൾ ആ ചെളി ഇല്ലാത്ത ബ്രെയിനും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടൈം ലൈൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ, ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചേക്ക് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേ ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിൽ അവസാനം മോഹൻലാൽ പറയുന്നുണ്ട്, നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ലാൻഡുകളുടെ പേപ്പർ കീറിക്കളെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതൊന്നും നടക്കത്തില്ല, അതിനകത്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്, രജിസ്ട്രേഷൻ നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കീറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം പാസ്പോർട്ടിൽ ഒരു പേജ് കീറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കാരണം നമ്പർ തെറ്റിപ്പോവും, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ഫോർജറി ആയി. പിന്നെ വേറെ കുറ്റം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈമിനെ ഒരിക്കലും നിങ്ങൾക്ക് മുറിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്താൽ അതിനകത്ത് ടൈം സ്റ്റാമ്പ് സിസ്റ്റം റെക്കോർഡറാണ്. വേണമെങ്കിൽ സിസ്റ്റത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പോൾ വോട്ടിംഗ് മെഷീനൊക്കെ ടാമ്പർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് അതിൻ്റെ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ചെയ്യാം. പക്ഷേ അത് അത്രയ്ക്കുള്ള ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതുകൊണ്ട് വരുന്ന സാധനം കണ്ടുപിടിച്ചേനെ ഈ ടൈം സ്റ്റാമ്പ് ചെയ്ത് മാറ്റിയിട്ടൊക്കെ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാണ്, ടൈം സ്റ്റാമ്പ് മാറ്റണമെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള ടൈം സ്റ്റാമ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂപ്പിലൂടെ കൊടുത്തിട്ട് നിങ്ങൾ കുറേ ഓബ്ജക്ട്സിൻ്റെ മുഴുവൻ ടൈം സ്റ്റാമ്പും മാറ്റണം വിത്ത് റെഫറൻസ് സംതിങ്. എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൽ അത് പറ്റുന്നതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ എന്തും പറ്റും, ഹാക്കിങ് പറ്റും, എന്താണോ പറ്റാത്തതല്ല. ഹാർഡ്വെയറിനെ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോഫ്റ്റ്വെയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ലൈൻ ബേസ്ഡ് ആണെങ്കിൽ ഷീ റിമെമ്പർഡ് ഏർലി ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജ് റെഫറൻസ് വിത്ത് അസ്മ, പ്രീ ഇസ്ലാം എൻഗേജ്മെൻറ്റ്, സൂട്ടബിലിറ്റി ഫോർ ഏർലി എക്സ്പെഡിഷൻസ്. അങ്ങനെയാണെങ്കിൽ 606 വരെ വരാൻ പാടുള്ളൂ. 604-നും 606-നും ഇടയിൽ കല്യാണം ജനിച്ചിരിക്കണം. എന്ന് പറയുമ്പോൾ അവർക്ക് പ്രായം 17-നും 19-നും ഇടയിൽ. കോൺട്രാക്റ്റ് വന്നത് 16. പ്യൂബർട്ടി കഴിഞ്ഞു. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ 12 വയസ്സാണ് കല്യാണം കിടന്നത്. ഇപ്പം അത്രയും മാന്യത നമ്മൾ കാണിച്ചില്ലേ, 16 വരെ കൊണ്ടുവന്നില്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ സെക്സിൽ ഏർപ്പെട്ടതാണ് 17-ലാണ്. അത്രയും പോരെ. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ പറയുകയാണെങ്കിൽ 19 കൺസിഡർ ചെയ്താൽ നിങ്ങൾ പറയുന്നത് പിഡോഫിലയും കഴിഞ്ഞു പോയി. അല്ലെ, പിഡോഫിലല്ല, മൈനർ സെക്സ് ട്രാഫിക്കിങ്ങോ അതും കടന്നുപോയി. എൻ്റെ പൊന്നോ, യുവന്മാരെ കൊണ്ട് വല്ല തോൽവിയല്ലോ എന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ കാര്യം. അപ്പോൾ ആയിഷയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ബേസ്ഡ് ഓൺ അതേഴ്സ് ഡേറ്റ. അവരുടെ കൂടെ ജീവിച്ചവരുടെ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ പിഡോഫീലിയയ്ക്ക് ഒരു സാധ്യതയുമില്ല. സെക്സ് ട്രാഫിക്കിങ്ങിന്, ചൈൽഡ് അബ്യൂസിന് സാധ്യതയില്ല. അന്നത്തെ ക്രിസ്ത്യാനിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അത് എത്രയോ മുന്നെയാണ്, എത്രയോ കഴിഞ്ഞിട്ടാണ് പ്രായം. എന്ന് വെച്ചാൽ അവർ അഡൽട്ട്ഹുഡിൽ അവരുടെ കൃത്യമായ അവർ പറഞ്ഞിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് അത്രയും ബോധമുണ്ടായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറയാനുള്ളത് മനസ്സിലാക്കുന്നൊരു കാര്യം, ഞാനിത് ആരെയും കോൺട്രഡിക്റ്റ് ചെയ്യാനുള്ളതല്ല. ഞാൻ പറയുന്നത് എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടും ഹിന്ദുക്കളോടും ജൂതന്മാരോടും ആരൊക്കെയുണ്ടോ നമ്മൾ മതത്തിൻ്റെ ആൾക്കാർ ആരൊക്കെയുണ്ടോ അവരോട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മതമില്ലാത്തവരെ കേൾക്കരുത്. കാരണം അവരപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ തൊഴുത്തി കുത്തുന്ന പരിപാടിയായി പോകും. അവിടെയും അടിച്ച് ഇവിടെ അടിച്ച് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. രണ്ടുപേരെയും തമ്മിൽ തൽക്കുക എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അതാണ് എക്കണോമിക്സിൻ്റെ സ്റ്റേജിൽ നമുക്ക് പറയാം. ഇപ്പം അത് പറയാനില്ല. ഇപ്പം ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഫാക്ട്സ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ChatGPT ഉണ്ടെങ്കിൽ എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എൻ്റെ ക്ലാസ് റൂമിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഫാക്ട്സ് അല്ലെങ്കിൽ ഞാൻ പ്രൊഗോട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ക്ലാസ് റൂം വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു തരാം. ഹൗ ടു യൂസ് ദി ChatGPT അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് എങ്ങനെ കൊടുക്കാമെന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എത്ര മണിക്കൂറാണ് ഞാൻ ഇരിക്കാം. നിങ്ങൾക്ക് തലയിലുള്ള സാധനം ഒന്ന് പൊതിഞ്ഞല്ലേ വരട്ടെ. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാധനം ഞാൻ ഇപ്പോഴും പറയുമ്പോൾ അന്ന് പറഞ്ഞില്ല, ഗൂഗിളും ChatGPT വ്യത്യാസം ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ. അല്ല, റിസ്വാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ അതിന് മുമ്പ് അതിൻ്റെ പേരിലാണ് ഞാൻ ചോദ്യം ഉണ്ടാക്കിയത് തന്നെ. കാരണം അതറിയാത്ത ആൾക്കാരാണ് മെജോറിറ്റിയും. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് എല്ലാവരും സോഷ്യലി ആ ഒരു ഫോണിൻ്റെ ഡിജിറ്റൽ മീഡിയയിലെ സാച്ചുറേഷൻ ആയി കഴിഞ്ഞു. അവരെല്ലാം സാക്ഷരത നേടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ വരുന്നതെല്ലാം കൺസ്യൂം ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സിമ്പിളാണത്.
അപ്പം ഞാൻ പറഞ്ഞ കൺസ്യൂമേഷൻ ദ വേർഡ്സ് ക്യാൻ ബി ടേക്ക് മിസ്റ്റേക്കൺ ബിക്കോസ് ദേ ആർ ജസ്റ്റ്, അത് ഞാൻ പറഞ്ഞ വാക്കുകൾ വേണേൽ തെറ്റാം, ഹദീസുകൾ തെറ്റാം. കാരണം നേരത്തെ പറഞ്ഞതിനകത്ത് ഹദീസുകളെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രാധാന്യമില്ല. പക്ഷേ നിങ്ങൾക്കത് ചരിത്രം പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോയി പരിശോധിക്കാനും പറ്റും. അതിന് കൃത്യമായ എവിഡൻസ് ഉണ്ട്. കാരണം ടൈം സ്റ്റാമ്പ് ചെയ്തേക്കുന്ന ഒരു സാധനം മാറ്റാൻ പറ്റില്ല. സോ ടൈം ലൈൻസിനെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ കേസിന് ചോദിക്കാണ്ട് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചൊരു ഒരു കാര്യം ഞാൻ കേട്ടു. എന്ന് വെച്ചാൽ ഉസ്താക്കന്മാരിങ്ങനെ മൈക്ക് കേട്ടിട്ട് വിളിച്ചു പോകുന്ന പരിപാടി കണ്ടിട്ടുണ്ടോ? ഖലീഫ ഉമർ ജാഹിലിയത്തിൻ്റെ, അതായത് ഈ ഡാർക്ക്നെസ്സിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടം അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഉസ്താക്കന്മാരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പറഞ്ഞത് ഖലീഫ ഉമറിൻ്റെ മകളെ കുഴിച്ചിടാൻ വേണ്ടി പോയപ്പോൾ അവരുടെ കൈ കൊണ്ട് അടിച്ചിട്ട് മണ്ണ് വന്ന് താടിക്ക് വീണിട്ട് ഖലീഫ ഉമർ അത് തട്ടിക്കളഞ്ഞിട്ട് മണ്ണ് വാരിയിട്ടു എന്ന് പറഞ്ഞ ചതിയുണ്ട്. ഞാൻ എയ്ത്തിസ്റ്റ് അല്ല പറഞ്ഞത്, ഇത് ഞാൻ ഇസ്ലാമിനാണ് കൊടുക്കുന്നത്. മുസ്ലിം പണ്ഡിതന്മാർ ഇത് ചതിയാണ് പറയുന്നത്. ഇസ്ലാമിലേക്ക് വരുന്നവരെ കൂടെ വെറുപ്പിക്കരുത്. കാരണം നിങ്ങളുടെ ഈ കവലപ്രസംഗം നടത്താനുള്ളതല്ല മതം. നിങ്ങൾ കൃത്യമായ ഡേറ്റ പഠിച്ചിട്ട് വേണം വരാൻ. അല്ല നിങ്ങൾ വായ്ത്താളം അടിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളി വന്നിട്ട് വൃത്തിയോട് പറയുന്നത്. കാരണം നിങ്ങളെ കണ്ടിട്ടാണ് മറ്റുള്ളവരുണ്ട്. അപ്പം നിങ്ങൾ ഈ പരിപാടി കാണിച്ചാൽ മറ്റുള്ള പരിപാടി. ഖലീഫ ഉമറിന്റെ മകൾ കൊന്നു, അദ്ദേഹം പെൺമക്കളെ ജീവിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കോൺട്രാക്ട് ചെയ്യണം. കാരണം ഖലീഫ ഉമറിന്റെ മകളെ കൊന്നിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ കല്യാണം കഴിച്ചത് ഖലീഫ ഉമറിന്റെ മകളെയാണ്, വിധവയായ മകളെ. അങ്ങനെ അതുകൊണ്ട് മക്കളുണ്ടാവരുത് അദ്ദേഹത്തിന്. അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പ്രായത്തിന് ആകപ്പാട് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം ഖലീഫ ഉമർ 6 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ് ഇനി 17 വർഷം കൊണ്ടുള്ള സമയത്താണ് ഖലീഫ ഉമറിൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത്. പറഞ്ഞാൽ അവരുടെ പ്രായം എത്രയായിരിക്കും? വേണമെങ്കിൽ പിഡോഫിലി വേണമെങ്കിൽ അവിടെ വേണേൽ പറയാം. കാരണം ഇവിടെ പറയാൻ പറ്റുന്നില്ലേ, ഇവിടെ ആയിഷയുടെ കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ തരാം. നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യും. ഖലീഫ ഉമറിൻ്റെ മകളുടെ പ്രായം എത്രയാണെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്താണ് മെമ്മറി ബേസ്ഡ് നെറേഷൻ തെറ്റാനുള്ള കാരണം? വാപ്പയുടെ പേജ് 52 പറഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡിക്കലി നോക്കാതെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാരണം എന്താണ്? അത് ഓറൽ റിപ്പോർട്ടാണ്, വാക്കുകൊണ്ട് പറഞ്ഞതാണ്. അത് നിങ്ങളുടെ ജനറേഷൻ വഴി ഇപ്പം പറഞ്ഞു. ഓക്കെ, ഞാൻ പോയി പറയും റിസ്വാൻ്റെ വാപ്പയുടെ ഒരു 52 വയസ്സാണ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ പറയും അങ്ങനെ 52 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് വാക്കാലെ പോകുന്ന സാധനമാണ്, റെക്കോർഡിക്കൽ എവിഡൻസ് ഇല്ല. പക്ഷേ അപ്പം നിങ്ങളുടെ പിന്നെ തലമുറയ്ക്ക് വന്ന് ചോദിക്കുവാണ്, അത് തെറ്റാണല്ലോ, എങ്ങനെയാണ് ഇതെങ്ങനെ ആയത്? ഞങ്ങളുടെ റിസ്വാൻ്റെ വാപ്പയുടെ അതല്ല എന്ന് വേറെ ആൾ വരും പറയും, ഓർഡറൊക്കെയാണ് ഞങ്ങൾ കേട്ട് എത്രയോ തഴമ്പിച്ച സാധനമാണ്, നിങ്ങൾ ഇനി വരിക. അത് കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി റിസ്വാൻ പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിലുണ്ട്, സ്വന്തം വാപ്പയെക്കുറിച്ച് പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളെങ്ങനെ അത് കോൺട്രാക്ട് ചെയ്യാം? അപ്പം പറയും നൈറേറ്റേഴ്സ് അത് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു വന്നതായിരിക്കാം. സം റിപ്പോർട്ടേഴ്സ് ഷോർട്ടൺ ഓർ സിംപ്ലിഫൈ ഈവൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. സം നറേറ്റേഴ്സ് റൗണ്ടഡ് ഏജസ്, ചില ആൾക്കാർ വയസ്സുകളെ 10 വയസ്സുണ്ടാവാമായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ, ഒരു 5-10 ഊണ് വേണം. മറ്റേ ശ്രീധരൻ്റെ 1-ാം തിരുമുറിനകത്തുണ്ട്, എനിക്ക് 5-10 ഊണ് വേണം. അപ്പോൾ അയാൾ പറയുന്നത് 50 ഊണ് വേണം. 50 അല്ലെന്ന്, എനിക്ക് 5-10 എന്ന് പറഞ്ഞാൽ 10 ഊണ് വേണമെന്ന് പറഞ്ഞാൽ അയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ആൾക്കാർ റൗണ്ട് ചെയ്യാറുണ്ട്. 5-10 എന്ന് പറഞ്ഞാൽ 10 അപ്പോൾ ലാസ്റ്റ് വരുന്ന വാല്യൂ ആണ് നിങ്ങളുടെ എടുക്കേണ്ടത്. അപ്പോൾ വേർഡ് ബേസ്ഡ് നറേഷൻസ് ക്യാൻ കോൺഫ്ലിക്റ്റ് ബിക്കോസ് മെമ്മറീസ് ഡിഫർ. ആൾക്കാരുടെ ഓർമ്മകൾ മങ്ങും. ഏജസ് ആർ അപ്രോക്സിമേറ്റഡ്, റിലേറ്റീവ് ആണ്. റിപ്പോർട്ട്സ് ആർ സംടൈംസ് സിംബോളിക് റാദർ ദാൻ ലിറ്ററൽ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് എന്തിനു വേണ്ടി കൊണ്ടുവരുന്നു? ഒരു എവിഡൻസിന് വേണ്ടി മാത്രം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വാല്യൂ ഇല്ല. ദിസ് ഈസ് വൈ ഹിസ്റ്റോറിയൻസ് ഡു ടൈം ലൈൻ റിസ്ട്രിക്ഷൻസ്. അങ്ങനെയാണ് ഹിസ്റ്റോറിയൻ. ഞാനൊരു ചരിത്രകാരനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒരു കാര്യമെങ്കിലും നമ്മൾ പ്രൂവ് ചെയ്തില്ലടേ, ChatGPT. ഓക്കെ, വൈ ടൈം ലൈൻസ് ആർ സ്ട്രോങ്? എന്തുകൊണ്ടാണ്? യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ടൈം ലൈൻസ് ക്യാൻ നോട്ട് കോൺട്രഡിക്ട് ദംസെൽഫ്, ദേ റെസ്ട്രിക്റ്റ് വാട്ട് ഈസ് പോസിബിൾ. അടിച്ചു വെച്ച സമയം നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അതായിപ്പോയി. ഇനി മാറ്റാൻ ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ ഇനി മാറണം എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കത്തില്ല. റെക്കോർഡ് മാറ്റാൻ പോയാൽ അവർ സമ്മതിക്കത്തില്ല. സമ്മതിച്ചാൽ തന്നെ ഏറ്റെടുത്ത് പഞ്ചായത്ത് ചെല്ലുമ്പോൾ സമ്മതിക്കത്തില്ല. അവർക്ക് ഡാറ്റ കറക്റ്റ്. അല്ലെങ്കിൽ ഞാൻ തിരുത്തണമെങ്കിൽ എൻ്റെ ജാതകം മൊത്തം തിരുത്താൻ തുടങ്ങണം. അത് നടക്കുന്ന കാര്യമില്ല. ഇഫ് യു നോ എ പേഴ്സൺ വാസ് അലൈവ് അറ്റ് എ സർട്ടൻ ബാറ്റിൽ ആൻഡ് സംവൺ വാസ്, അത് എങ്ങനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ എന്തായാലും ഉമർ റളിയല്ലാഹുവിൻ്റെ എടുക്കാം. ഓക്കെ, ഹഫ്സ റളിയല്ലാഹു അൻഹ, അതാണ് അവരുടെ മകളുടെ പേര്. ഹഫ്സയും പ്രവാചകനും ഫിഡോഫിലിയാണോ എന്നാണ് നിങ്ങൾക്ക് നോക്കാം.
അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം മറ്റേതിനകത്തുള്ളതൊക്കെ പോയി. അപ്പം ഉമർ കൺവേർട്ടഡ് ഇൻ 616 610 എന്ന് വെച്ചാൽ പ്രവാചകനായതിനു ശേഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് ഖലീഫ ഉമർ വരുന്നത്. അതിനുശേഷം ഹഫ്സ ഓൾറെഡി മാരീഡ്, അവർ ഓൾറെഡി കല്യാണം കഴിഞ്ഞാണ്. അതുകൊണ്ട് പിഡോഫിലിയെന്ന് ഇനി പറയാൻ പറ്റത്തില്ല, കഴിഞ്ഞു പോയി, അതും പോയി. ഇവരെ കൊണ്ട് തോൽവിയാണ്. അപ്പോൾ അവരെന്ത് ഖുനൈസ് ഇബ്നു ഹുദാഫയിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി. അതിനുശേഷമാണ് പ്രവാചകനെ കല്യാണം കഴിക്കുന്നത്. എപ്പോഴ്? ബദർ യുദ്ധത്തിൽ 624 ബദർ യുദ്ധത്തിൽ മരിക്കുന്നു. ആ യുദ്ധത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ പങ്കെടുക്കുന്നത്. എന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രായമുണ്ട്. ആ സമയത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭർത്താവ് മരണപ്പെട്ടു. അപ്പോൾ വിധവയായി. എന്ന് പറഞ്ഞാൽ ഹഫ്സയ്ക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് ഓൾഡ് ഇനഫ് ആയിട്ടുണ്ട്. കാരണം കല്യാണം കഴിക്കാനുള്ള പ്രായം മെൻഷനിലുണ്ട്. കുട്ടിയല്ല, സെക്ഷൽ റിലേഷൻഷിപ്പ് എത്ര മെൻസ്ട്രേഷൻ എത്തിയിട്ടുണ്ട്. പിബർട്ടി എന്ന് പറഞ്ഞാൽ അഡൾട്രേഷൻ ആണ് അല്ലേ. എന്ന് വെച്ചാൽ അവർ വിഡോ ആയി. അതിനുശേഷം പ്രവാചകൻ 25 കല്യാണം കഴിച്ചു. എന്ന് വെച്ചാൽ ഹഫ്സയുടെ ബർത്ത് 605 അപ്പോൾ 605 ആയിഷയുടെ പ്രായമാണ്. അങ്ങനെയാണ് പ്രവാചകൻ്റെ പ്രായം 20 ആവണം. ഹഫ്സയുടെ 20 ആവണം. അപ്പോഴും പോയി, അവിടെയും കൈ വിട്ടുപോയി, സാധനം പോയി. ആൻഡ് യുവർ പോയിന്റ് ഇസ് കറക്റ്റ്. ഇഫ് ഉമർ യൂസ് ടു കിൽ ഫീമെയിൽ ഇൻഫൻസ് and then later marries to of Hafsa, she must clearly have lived long enough to marry. She was an infant and at Islamic early days. എന്ന് വെച്ചാൽ 616 മതം മാറിയിട്ട് കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായതെങ്കിൽ, കാരണം റിമോഷൻ ഉണ്ടായി കല്യാണം കഴിച്ച് പിന്നീടാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ, ഈ പറഞ്ഞ 615 624 ആർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, കല്യാണം കഴിച്ച് വിധവയാവാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ അവരുടെ പ്രായം എത്രയായി? 9-8 വയസ്സ്. അതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതും പറ്റില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, നിങ്ങൾ പോയി തൂങ്ങിച്ചാവിക്കോ. മെനി ഏർലി കമ്പാനിയൻസ് ചിൽഡ്രൻസ് ഓൾറെഡി ബോൺ ബിഫോർ ഇസ്ലാം. അവർ പറഞ്ഞത് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം, വിച്ച് മീൻസ് ദെയർ ഏജസ് ആൻഡ് നറേഷൻ സംടൈംസ് മിസ്റിപ്പോർട്ട് ഓർ മിസ്അണ്ടർസ്റ്റുഡ്. അത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കാം. വയസ്സ് കൊണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് വയസ്സിൻ്റെ ഇതൊന്നുമല്ല. ഏതാ ഇവിടെ ബ്രോത്തലൊന്നുമല്ല നടക്കുന്നത്. ഇപ്പോൾ പൈസ നോക്കിയിട്ട് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട്. ഇതെന്താ പബ്ബോ? വിച്ച് ടു എക്സെപ്റ്റ് ഞാൻ ചോദിച്ചു ചാച്ചിപ്പെടുത്തി, നിങ്ങൾ എന്താണ് അംഗീകരിക്കുന്നത്? ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ദ ടൈം ലൈൻ ലോജിക് ഈസ് മോർ റിലയബിൾ. ഞാൻ വിശ്വസിക്കുന്നത് ഡേറ്റ വെച്ചിട്ടാണ്, അല്ലാതെ നമ്മൾ മറ്റ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് വെച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ബിക്കോസ് ഇവൻറ്റ്സ് ഹാവ് ഫിക്സ്ഡ് ഡേറ്റ്സ് ബട്ട് ഏജസ് ഇൻ നറേഷൻ ആർ ഓഫ്റ്റൻ അപ്രോക്സിമേഷൻ. സോ മൈ അപ്രോച്ച് ഈസ് റെസ്പെക്ട് ദ നറേഷൻ. ഞങ്ങൾ നരേറ്റ് ചെയ്യും, ഞങ്ങൾ നോക്കുന്ന ഹദീസിൽ വന്നത് ഞങ്ങൾ ഡേറ്റ കൃത്യമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചെകയാൻ പോയിട്ടില്ല. ഇവർ ചെകയാൻ പോയപ്പോഴാണ് പണി കിട്ടിയത്. പക്ഷേ ബട്ട് യൂസ് ഹിസ്റ്റോറിക് ടൈം ടു റിസോൾവ് കോൺഫ്ലിക്റ്റ്, ചൂസ് ദ ഏജ് ദാറ്റ് ഫിറ്റ്സ് എവറി നോൺ ഇവൻറ്റ്. ദ സെയിം മെത്തഡോളജി ഐ അക്സെപ്റ്റ് ദ ടൈം ലൈൻ ബേസ്ഡ് റെഫറൻസ് ആസ് ദ സ്ട്രോങ് മെത്തേഡ്. ചാറ്റ്ജിപിറ്റി പറയുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചത് 1605 കല്യാണം കഴിച്ചത് 19-ലോ 20-ലോ ആണ്, അല്ല 17-ലോ 19-ലാണെന്ന് പറയുന്നു. അല്ലോ പണി. ഇതാണ് ഇവരുടെ അവസ്ഥ. എന്ന് വെച്ചാൽ ഇവർക്ക് മര്യാദയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും ഒരു അറിയാമല്ലോ, കളവ് പറയൽ പിടിക്കപ്പെടും. ജോർജ് കുട്ടിയെ പോലെ നിങ്ങൾ എന്തെങ്കിലും പിടിക്കപ്പെടും. അത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ പിടിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ എയ്ത്തിസത്തിൽ തന്നെ നിൽക്കുക. നിങ്ങൾ എല്ലാ മതങ്ങളെയും ഒന്ന് ചൊറിഞ്ഞോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അടി കിട്ടാതിരിക്കാൻ ചിലപ്പം അതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം, മറ്റുള്ളവർ ചിലപ്പം പ്രതികരിച്ചിട്ടേക്കാം. പക്ഷേ ഇതിനകത്ത് മാത്രം കൈയിട്ടിളക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടി കിട്ടും, നല്ല അടിയും കിട്ടും. നിങ്ങൾ നാണം കെടും. നിങ്ങൾ വെറുതെ ചിരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കുകയും ചെയ്യും. എനിക്ക് എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്തിസ്റ്റായിട്ടുള്ള മറ്റുള്ള മതസ്ഥർ നിങ്ങൾ അറിയാതെ പൊട്ടന്മാരായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ മതത്തിലേക്ക് വരണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ കൊണ്ടുവന്ന ഡേറ്റയെ നിങ്ങളൊന്ന് പഠിക്കും. ഇത് ആരാണ് കൊണ്ടുവന്നതെന്ന് ആദ്യം ഒന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് നമുക്ക് മറ്റു മതത്തിലേക്ക് വരാം. നിങ്ങൾ തന്നെ ഒരു അനാലിസിസ് നടത്തുക. നിങ്ങൾ ആരൊക്കെയാണ് നുണ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട തീരുമാനം നിങ്ങൾ എടുക്കാം. ഐ cannot help in that. Check the fact that whether Umar killed his daughters in Jahiliya age. What is Jahiliya era? എന്താണ് ജാഹിലിയ era എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡാർക്ക് ഏജ് എന്നാണ് പറയുന്നത്. അറബ് സൊസൈറ്റി ബിഫോർ ദ മെസ്സേജ് ഓഫ് ഇസ്ലാം. ഇസ്ലാം വരുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ അവർ എല്ലാവരും ബാഡാന്നല്ല അർത്ഥം, അവർ കുട്ടികളെ കൊന്നു എന്നല്ല അർത്ഥം, കയോട്ടിക് എന്നല്ല പറഞ്ഞാൽ. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മോറലി, ലീഗലി, സ്പിരിച്വലി ഗൈഡൻസ് ഫ്രം റെവലേഷൻ ഹാഡ് നോട്ട് കം. ആർക്കും അങ്ങനൊരു
നിയമപരമായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള തീരുമാനങ്ങൾ വന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൃത്യമായ നിയമങ്ങളില്ല. ആ നിയമങ്ങൾ വന്നത് ഇസ്ലാമിൻ്റെ കാലത്ത് 610 അതിനു മുമ്പ് എങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിയില്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം കൊലപാതകളും പീഡിപ്പിക്കുന്ന ആൾക്കാരും ഒന്നല്ല. അവർക്ക് കൃത്യമായ മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. അവർ കൃത്യമായ മനുഷ്യന്മാർ തന്നെയായിരുന്നു. അവർക്ക് കൃത്യമായ മാനുഷികമായ വളർച്ചയുണ്ട്. മതപരമായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർ വന്നപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ കൾച്ചർ ഡോമിനേറ്റഡ്. അവരുടെ ഓരോ ട്രൈബ്സിൻ്റെ ഇടയിലായിരുന്നു. സം ട്രൈബ്സ് പ്രാക്ടിക്കലി ഹാംഫുൾ കസ്റ്റംസ് നോട്ട് ഓൾ. എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ ചിലർ മാത്രം ഈ പറഞ്ഞ ഹാംഫുൾ കസ്റ്റംസ് ഉണ്ട്. എല്ലാവരും അങ്ങനെ അല്ലായിരുന്നു. നോട്ട് എവറി ട്രൈബ് ഓർ എവറി മാൻ പ്രാക്ടീസ്ഡ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്. അങ്ങനെ ഒരു സാധനമില്ല. മതം വരുന്നത് പിന്നെ, അല്ലാതെ മനുഷ്യനും തമ്മിലൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇല്ല എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് വാസ് റെയർ, ലിമിറ്റഡ് ഓർ ടു സർട്ടൺ ഡെസേർട്ട് ട്രൈബ്സ് സ്ട്രഗ്ലിംഗ് വിത്ത് പോവർട്ടി. അങ്ങനെ വരുന്നത്, അതായത് കുട്ടികളെ കൊല്ലുന്നതിൻ്റെ കാര്യം എന്താണ്? പട്ടിണി കിടന്നത് മനുഷ്യൻ നാട്ടിലും ചെയ്യാറില്ലേ? പട്ടിണി കിടക്കുമ്പം അവർ മക്കൾ അനുഭവിക്കണമെന്ന് വെച്ചിട്ട് അവരെ കൊല്ലാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊല്ലുന്നില്ല, അല്ലല്ലോ. അപ്പോൾ അതും പാളി. എടോ, ഇത് ചരിത്രം പഠിക്കുന്നത് എങ്ങനെ അറിയോ? ചരിത്രം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എടുക്കണം. കൊല്ലുന്നതിന് കാരണം ഉണ്ടാവല്ലോ. അപ്പോൾ ആ കാരണം എന്താണെന്ന് പഠിക്കുക. ആ കാരണത്തിന് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല. കൊല്ലുന്നത് മോശം തന്നെയാണ്, പക്ഷേ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള എല്ലാം കൂടെ. ഇപ്പോൾ യുദ്ധത്തിന് പോയതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്തു, ബാക്കിയുള്ള യുദ്ധം അതിനെക്കുറിച്ച് പറയാം. അത് നമുക്ക് നോക്കണ്ട, അത് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റില്ല മോളെ, ഒരിടത്ത് നടക്കുക. സോ ഒൺലി വൺ സ്റ്റാൻഡ്, ഡബിൾ ഡാഡി സിൻഡ്രോം നോ. സോ അങ്ങനെ പറയുമ്പോൾ ഉമർ കൊന്നിട്ടുണ്ടോ? ഇല്ല. ഹിസ്റ്റോറിയൻസ് ദർ ഇസ് നോ റിലയബിൾ എവിഡൻസ് ദാറ്റ് ഉമർ കിൽഡ് എനി ഡോട്ടർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർ ഏർലി ഹിസ്റ്റോറിയൻസ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ നോട്ട് ഇൻ ഏർലി പ്രൈം മിനിസ്റ്റർ സ്റ്റേജ്, ഓൺലി അപ്പിയേഴ്സ് ഇൻ ലേറ്റ് ഫോക്ക് ഫെയർ. നാടോടി കഥകൾ മാത്രമാണ് ഒത്തൻറ്റിക്. അതാണ് ഇസ്ലാമികൾ അവർ പറഞ്ഞ പ്രസംഗങ്ങൾ ഇപ്പം യൂട്യൂബിലുണ്ടാവും. അത് എത്ര പേര് കേൾക്കും ഇനി? അപ്പോൾ പറയും ഖലീഫ ഉമർ ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ ഈ മനുഷ്യനാക്കിയത് ഇസ്ലാമാണ് എന്ന് പറയാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഇച്ചിരി കടന്നു കഴിയായിപ്പോൾ. ഇല്ലാത്ത സാധനം കള്ളം പറഞ്ഞിട്ടാണോ സാധനം ഉണ്ടാക്കുക? കോൺട്രഡിക്സ് നോൺ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഫാക്ട്സ്. ഓക്കെ, വീക്കാണ്, ഫാബ്രിക്കേറ്റഡ് ആണ്. ഓക്കെ, പോയി പണിവാളി, അതും പോയി. അങ്ങനെ വന്നിട്ട് ഉമറിൻ്റെ നോൺ ചിൽഡ്രൻസ് ആരൊക്കെയാണ്? ഹഫ്സയുണ്ട്, അബ്ദുള്ളയുണ്ട്, ആസിമുണ്ട്, സെയ്ദുണ്ട്, ഫാത്തിമയുണ്ട്. വീണ്ടും വന്നു രണ്ടാമത്തെ മകൾ, അവരും സർവൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 2 പിള്ളേർ എങ്ങനെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ? അതും തന്നെ ഇരട്ട കുട്ടികളല്ല, അതും ഞാൻ പറയാം. ഇവരെ കൊന്നിട്ടുണ്ടെങ്കിൽ ഹിസ് ഡോട്ടർ ലിവിങ് ഇൻ അഡൽട്ട്ഹുഡിലായിരിക്കും. ഹഫ്സ മാരിങ് ബിഫോർ മദറിലായിരിക്കും. ഉമർസ് ഡീപ് കമ്പാഷൻ ഇൻ മദീന. ഹിസ് സ്ട്രോങ് സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് ഇൻഫൻറ്റിസൈഡ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കൊല്ലുന്ന പാപമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോറിയൻ റിജക്ട്സ് ദ ക്ലെയിം ഉമർ നെവർ ഡിഡ് ഇറ്റ്. ഹൗ ഡു ഹിസ്റ്റോറിയൻസ് നോ? ഹിസ്റ്റോറിയൻസ് 3 റൂൾസ്, 3 റോളേ ഉള്ളൂ. പ്രൈമറി സോഴ്സസ് ആർ നോട്ട് ഗ്രേറ്റർ ദാൻ ഫോക്ക് സ്റ്റോറീസ്. കഥ പറയലല്ല നിങ്ങളുടെ സോഴ്സസ്, അവിടുത്തെ സെഞ്ചുറികൾ ഡേറ്റ എടുക്കലാണ്. എന്ന് വെച്ചാൽ 8th century ഡു നോട്ട് ഷോ ദ സ്റ്റോറി. എന്നാൽ ഡേറ്റ സ്റ്റോറിയിൽ അത് ഡ്രാമറ്റൈസ്ഡ് വന്നു. റൂൾ നമ്പർ 2 ടൈം ലൈൻ ചെക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം ലൈൻ ചെക്കിംഗ് ഒക്കെ ഞങ്ങൾ ഇല്ല എന്ന് വെച്ചാൽ ബട്ട് ഓൾ ദിസ് ഡോട്ടേഴ്സ് ആഫ്റ്റർ ഇസ്ലാം വാസ് ഡോക്യുമെൻറ്റഡ്. ഷീ വുഡ് ഹാവ് ബോൺ ബിഫോർ 16 എന്ന് വെച്ചാൽ അവർ കണ്ടിട്ടുണ്ട്. നോ മിസ്സിംഗ് ഡോട്ടർ അപ്പിയേഴ്സ്. അങ്ങനെ ഒരു കുട്ടി നഷ്ടപ്പെട്ടതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ എക്സ്ട്രീംലി ഡീറ്റെയിൽഡ് ഫാമിലി ട്രീ തന്നെ ഉണ്ട്. എവിടെ നിന്ന് എങ്ങനെയൊക്കെ കുട്ടികൾ വന്നു എന്നുള്ളതിന് കൃത്യമായ ഡേറ്റ വരുന്നുണ്ട്. മിസ്റ്റീരിയസ് ചൈൽഡ് എന്ന് പറഞ്ഞ സാധനമില്ല അങ്ങനെ. മൂന്നാമത്തത് ഉമർ സ്പോക്ക് അഗെയിൻസ്റ്റ് ഫീമെയിൽ ഇൻഫ്ലുവൻസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ ഫീമെയിൽ ഇൻഫ്ലുവൻസ് എക്സിസ്റ്റ് അറ്റ് ഓൾ? അങ്ങനെ ഇല്ലയെന്ന് പറയാനുള്ള കാരണം സം ട്രൈബ്സ് പ്രാക്ടീസസ്, അതിന് ദാരിദ്ര്യമുണ്ട്, സ്ലേവറിയിലേക്ക് പോകും, സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്നതിൻ്റെ പേരിലുണ്ട്, ട്രൈബൽ ഷെയിം, അതുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഖുർആനും പറയുന്നത് വെൻ ദ ഗേൾ ഈസ് ബറീഡ് അലൈവ് വിൽ ബി ആസ്ക്ഡ് ഫോർ വാട്ട് സിൻ ഷീ വിൽ ബി കിൽഡ്. ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ചാപ്റ്റർ 81-89 പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് കൊന്നത്? കൊല്ലുന്നുണ്ടെങ്കിൽ എന്തിനു കൊന്നു നിങ്ങൾ ആ പെൺകുട്ടിയെ കൊന്നത് എന്ന് ചോദിക്കുന്നത് ഖുർആൻ്റെ അബോളിഷ്മെൻ്റ് ആണ്. അതെ, ഖുർആൻ അബോളിഷസ് ഇമ്മീഡിയറ്റ്ലി. കാരണം ഖുർആൻ വരുന്ന സമയത്ത് പ്രവാചകനോട് പറഞ്ഞു, അതിൻ്റെ പേരിലാണ് റെവലേഷൻ വന്നത്, അതിൻ്റെ പേരിൽ ഖുർആൻ്റെ ആയത്തുണ്ട്, നിങ്ങൾ എന്തിനെ കൊന്നു എന്നൂടെ ചോദിക്കലേ എന്ന് പറഞ്ഞു. എന്താണ് 100% കറക്റ്റാണ്. ഉമർ ഹാസ് കിൽഡ് ഹിസ് ഡോട്ടേഴ്സ്. ഹി വുഡന്റ് ഹാവ് കല്യാണം കഴിപ്പിക്കാൻ കുട്ടികൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നില്ല. ഓക്കെ, ബർത്ത് പ്രീപറ്റി റിവലേഷൻ. അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ ദ ടൈം ലൈൻ ഇൻക്ലൂഡ്. ഓക്കെ, ഞാൻ പറഞ്ഞാണ് പ്യൂബർട്ടി റിവലേഷൻ. അങ്ങനെ സമയമെല്ലാം അവിടെ ചേർത്ത് ഞാൻ ടൈം ലൈൻ ഉണ്ടാക്കാൻ പറഞ്ഞാണ്. ഈ വൈ സച്ച് എസ് റൂൾസ് ആൻഡ് ഒറിജിനേറ്റിംഗ് ആൻഡ് വാട്ട്സ് ഡിഫറൻസ് ടു കീപ് സച്ച് ഏജസ്.
നമ്മൾ ഇപ്പോഴത്തെ കാലത്തുള്ള ഈ പ്രായം എങ്ങനെയാണ് വന്നതെന്നുള്ളത് 18 ഇയേഴ്സാണ് മിനിമം എന്നുള്ളതിൻ്റെ കണക്ക് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് കറൻലി മോഡേൺ സൊസൈറ്റിയിലേക്ക് വന്നു. അതിനുശേഷം നമുക്ക് അതിൻ്റെ ടൈം ലൈൻ ഉണ്ടാക്കണം. ആ ടൈം ലൈനോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ.